അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഹജ്ജ്, എന്റെ ഉംറ ഞാൻ രൂപപ്പെടുത്തേണ്ടത് എന്ന നിലയ്ക്ക് വളരെ സംക്ഷിപ്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാനിടയുണ്ട്. പലതും കേട്ട് മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുന്നതിന് പകരം വളരെ ചുരുങ്ങിയ രൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനാണ് തീർച്ചയായും ശ്രമിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്നതാണ്, ഒരുപക്ഷെ അവസാനത്തേതുമായിരിക്കാം. ഏതായിരുന്നാലും നന്നായി പഠിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ അമലുകൾ ചെയ്യുന്നത്. ആ നിലയ്ക്ക് നന്നായി തിരിച്ചറിയുക, ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. ചിലരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് തിരിച്ചെത്തിയിട്ട് പറയാറുണ്ട്, ചെയ്തതൊന്നും അത്ര ശരിയായിട്ടാണെന്ന് തോന്നുന്നു, ഒന്നുകൂടി പോകണം എന്ന് പറയുന്നവരടുത്ത്. അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ആദ്യത്തെയും അവസാനത്തെയും അവസരമാണിത് എന്ന് മനസ്സിൽ തീരുമാനിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് ഉണർത്തുന്നുണ്ട്, ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നവന്റെ നമസ്കാരം നമസ്കരിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കും, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്. ആ മനസ്സോടെ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു ചൈതന്യം ഉണ്ടാവും, അല്ലെ? അതേസമയം ഒരു ശീലം എന്ന നിലയിൽ ഇപ്പൊ ഞാൻ നമസ്കരിക്കുന്നു, ഇനിയും നമസ്കരിക്കും എന്ന് കരുതുമ്പോൾ അതിന് ആ നിലയിലുള്ള ഒരു ഖുശൂഉം ഗൗരവവും ലഭിക്കുകയില്ല. അതിനാൽ എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സന്ദർഭത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയിട്ട് അമലുകളെ സമീപിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. നാം യാത്ര ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തില് നേരത്തെ ഹജ്ജ് ചെയ്തവരുണ്ടാവും. ഒന്ന് കൈവക്കിയാൽ എന്നാവും. ഉംറ ചെയ്തവരും ധാരാളമുണ്ട്, അല്ലെ? അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അത്യാവശ്യം ഒരു ധാരണ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാകും. യാത്രയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. യാത്ര ചോദിക്കലും യാത്ര പറയലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും. ഏതായാലും വീട്ടിൽ നടന്നുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പൊതുവെ യാത്രകൾ ആരംഭിക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് ഈ യാത്രയും ആരംഭിക്കുന്നത്. അതിനനുബന്ധമായിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് ലഭ്യമാണ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹു ഈ യാത്രയിൽ നീയാണ് എന്റെ സഹയാത്രികൻ, വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ എന്റെ വീട്ടിലെ എന്റെ കുടുംബത്തിൽ എന്റെ പകരക്കാരൻ, എന്റെ പ്രതിനിധി നീയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ പുറപ്പെടുകയാണ് അല്ലാഹുവെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലാഹുവെ സഹയാത്രികനായി സ്വീകരിച്ചുകൊണ്ട് ഉള്ള യാത്രയാണ്. ആ നിലക്ക് അവനെ തവക്കുൽ ചെയ്യലാണ് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അതേപോലെ വാഹനം കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന പ്രാർത്ഥന സാധാരണ നമ്മൾ ചൊല്ലാനുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു ആയത്ത് കൂടിയാണ്. അതും ഇൻഷാ അല്ലാഹ് നമ്മൾ നിർവഹിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എന്നാണ് തുടക്കം. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുവിൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഖുർആനിലുള്ള ആയത്തുകൾ പഠിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. മൊത്തത്തിലൊരു ധാരണ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ആധികാരികമായിട്ട് ഖുർആനിൽ എന്ത് പറയുന്നു, ഹദീസിൽ എന്ത് പറയുന്നു എന്ന നിലക്കുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ ഖുർആൻ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുവിൻ എന്ന് പറഞ്ഞ തൊട്ട് ഉടനെ പറയുന്നത് എന്താണ് എന്ന് കൂടി അറിയണം. എന്താ പറഞ്ഞത്? യാത്ര തടയപ്പെട്ടാൽ
നിങ്ങൾ സൗകര്യപ്രദമായ വഴി നൽകിയിട്ട് ആ യാത്രയിൽ നിന്ന് മുക്തമാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ യാത്രയിൽ നിന്ന് പിന്മാറാനാണ് പറയുന്നത് എന്ന് ഒരുപക്ഷെ തോന്നും. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ശൈലിയാണത്. ഹജ്ജും ഉംറയും നിർവഹിക്കുകയും എന്ന് പറഞ്ഞ് തൊട്ടുടനെ പറയാണ്, യാത്ര തടയപ്പെട്ടാൽ എന്ത് ചെയ്യണം. യുദ്ധ സാഹചര്യമാണ്, പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഉംറ നിർവഹിക്കാൻ അവിടുന്ന് ഹിജ്റ 6 വർഷത്തിൽ പുറപ്പെട്ടു, ഹുദൈബിയയിൽ തടയപ്പെട്ടു. ആ സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ പല സാഹചര്യം വന്നാല് അതിന് അസ്വസ്ഥപ്പെടുത്തില്ല, അതിനും അള്ളാഹുവിന്റെ ദീന് പരിഹാരം നൽകുന്നുണ്ട് എന്നതാണ്. യാത്ര തടയപ്പെടുക, അതിന് പരിഹാരമായിട്ട് വഴി നിർവഹിക്കാൻ പറയുന്നത് എങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോ നിയന്ത്രി ചെയ്തു, വിസയൊക്കെ ഓക്കെയാണ്, ടിക്കറ്റൊക്കെ ഓക്കെയാണ്, ഡേറ്റ് ഒക്കെ കിട്ടി. ഈ അവസ്ഥയിൽ യാത്ര തടയപ്പെട്ടാൽ അത് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടാവും. എപ്പോഴാണ് വഴി നൽകേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം യാത്ര തടയപ്പെട്ടാലാണ്. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് ക്യാൻസലായി, ഒന്നുമല്ല വിഷയം. ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം യാത്ര തടയപ്പെട്ടാലാണ് വഴി നൽകിയിട്ട് ഇഹ്റാമിൽ നിന്ന് മുക്തമാകേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉംറയും ഹജ്ജും നിർവഹിക്കുമല്ലോ. അതിനാൽ ആദ്യം ഉംറയെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് നല്ലത്. അതിനുശേഷം ഇൻഷാഅല്ലാഹ് ഹജ്ജിലൂടെ നമുക്ക് കടന്നു പോകാം. ഉംറയിൽ ആദ്യം എത്ര കർമ്മങ്ങളുണ്ട്? എത്രയാണ്? 4 കർമ്മങ്ങളാണ് അല്ലേ? മനസ്സിലെ ഏറ്റവും ചുരുങ്ങി മനസ്സിലാക്കും. 4 കർമ്മങ്ങളാണ് ഉംറയിലുള്ളത്. ഒന്നാമത്തേത് ഇഹ്റാമാണ്, രണ്ടാമത്തേത് തവാഫ്, 3 സഅയ്, 4 മുടിയെടുക്കൽ അല്ലേ? ഈ 4 കർമ്മങ്ങൾ മാത്രമാണ് ഉംറയിൽ അടിസ്ഥാനപരമായിട്ട് ഉള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. 4 കർമ്മങ്ങൾ: ഇഹ്റാം, തവാഫ്, സഅയ്, മുടിയെടുക്കൽ. ഇനി അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ വെച്ചാണ്? മീഖാത്തിൽ വെച്ചാണ് അല്ലെ? ചില വാക്കുകൾ, ചില പ്രത്യേക പ്രയോഗങ്ങൾ യാത്രയ്ക്ക് മുമ്പ് തന്നെ തീർച്ചയായും നമ്മൾ പഠിച്ചു നോക്കേണ്ടതുണ്ട്. അതിൽ മീഖാത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിശ്ചിത സമയം എന്നുണ്ട്, വഖത്ത് സമയമാണ്. അതേപോലെ നിശ്ചിത സ്ഥലം എന്നും മീഖാത്ത് എന്ന വാക്കിന് ഉണ്ട്. നമ്മുടെ മീഖാത്ത് ഏതാണ്? പണ്ട് മദ്രസയിൽ പഠിച്ചില്ല. ഇന്ത്യയിൽ നിന്ന് യാത്രയാകുന്നവരുടെ മീഖാത്ത് യലംലം എന്നാണ് മീഖാത്തിന്റെ പേര് അല്ലേ? ഈ മദീനയിൽ നിന്ന് വരുമ്പോ വേറെ മീഖാത്താണ്, ഹുലൈഫ എന്നതിന്റെ പേര് പറയും. അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും നമ്മൾ മക്കയിലേക്ക് യാത്രയാകുമ്പോൾ, ഹജ്ജ് ഉംറ ഉദ്ദേശിച്ച് യാത്രയാകുമ്പോൾ വ്യത്യസ്ത മീഖാത്തുകളിലൂടെ പ്രവേശിക്കാം. ഉണ്ടാകാൻ സാധ്യത കുറവാണ് അല്ലേ? യലംലമിൽ എത്തുമ്പോൾ നമ്മൾ എവിടെയിരിക്കും? നമ്മുടെ ഫ്ലൈറ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എവിടെ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കാം? ഒന്നുകിൽ എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രവേശിക്കണം അല്ലേ? എയർപോർട്ടിൽ വെച്ചാണ് നെടുമ്പാശ്ശേരിയിലാണ് പുറപ്പെടുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും. ഇനി നമ്മുടെ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ എവിടെയെങ്കിലും റിയാദിലോ മറ്റോ വെച്ച് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നേരിട്ട് യാത്ര ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ വെച്ചായിരിക്കും ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മീഖാത്തിൽ വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുണ്ട്. എന്താ ഇഹ്റാം? നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് പരിചയമുള്ള ഇഹ്റാമുണ്ട്. 5 നേരം നമ്മൾ ചെയ്യുന്ന ഇഹ്റാമില്ലേ? എന്നതിന്റെ പേര് തക്ബീറത്തുൽ ഇഹ്റാമാണ് അല്ലേ? നമസ്കാരത്തിലെ ആദ്യത്തെ തക്ബീറാണ് തക്ബീറത്തുൽ ഇഹ്റാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമസ്കാരത്തിന്റെ മുമ്പ് നമുക്ക് അനുവദനീയമായ പലതും നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി നമുക്ക് നിഷിദ്ധമായി തീരുന്നു അല്ലെ? വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, മറ്റു വർത്തമാനങ്ങൾ പറയുക, അനാവശ്യമായി അനങ്ങുക, ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അനുവദനീയമാണ്. പക്ഷെ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഇതൊക്കെ നിഷിദ്ധമാണ്. ഇതേപോലെ തന്നെ ആണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുവരെ അനുവദനീയമായ പലതും
നമുക്ക് നിഷിദ്ധമാക്കുന്നു എന്നാണ് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാം. അതിന്റെ മുന്നൊരുക്കങ്ങൾ, ഒന്നാമത്തേത് ശരീരം ശുദ്ധിയാക്കലാണ്. യാത്രയുടെ തലേ ദിവസം നഖം മുറിക്കുക, അതുപോലെ പിന്നെ മീശയുള്ളവർ മീശ വെക്കുക, ശരീരത്തിലെ കക്ഷത്തിലെയും സ്വകാര്യ ഭാഗത്തേക്ക് രോമങ്ങൾ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുൻകൂട്ടി ചെയ്യേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് പുരുഷന്മാര് ശരീരത്തിൽ സുഗന്ധം പൂശുക. ശരീരത്തിലാണ്, ഇഹ്റാമിന്റെ വസ്ത്രത്തിലല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ പുരുഷന്മാര് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. രണ്ട് കണ്ടം തുണിയാണ്, മുഖത്തെ കുറിച്ച് ധാരണയുണ്ടാവും. ആ വസ്ത്രം ധരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക ഇഹ്റാം വസ്ത്രമില്ല. സാധാരണ ഇപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന അതേ വസ്ത്രം തന്നെയാണ് ധരിക്കേണ്ടത്. അതിന് പ്രത്യേകം നിറം നിർദ്ദേശിച്ചിട്ടില്ല. അതേസമയത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് മറക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശമുണ്ട്. സോക്സ് ധരിക്കാം, അതുപോലെ സാധാരണ രൂപത്തിലുള്ള വസ്ത്രമാണ്. അതിൽ കുങ്കുമ നിറമുള്ള വസ്ത്രം ഒഴിവാക്കപ്പെടണം എന്ന് നിർദ്ദേശമുണ്ട്. പുരുഷന്മാർ പൊതുവെ വെള്ള വസ്ത്രമാണ് അവർ ഉത്തമമായിട്ടുള്ളത്, അതാണ് അവർ ധരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ കുളിച്ച് ശുദ്ധിയായി പോകും ചെയ്തു, അല്ലെ? ഒരു നമസ്കാരത്തിന് ശേഷമാവുക എന്നത് സുന്നത്താണ്. ഇഹ്റാമിന്റെ സുന്നത്ത് എന്ന നിലയ്ക്ക് പ്രത്യേക നമസ്കാരം നിർദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് ഒന്നുകിൽ ഫർദ് നമസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നമസ്കാരം, നമസ്കാരം, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചാണെങ്കിൽ തഹിയ്യത്ത് നമസ്കാരം, അതുപോലെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ ശേഷമാകൽ സുന്നത്തായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇഹ്റാം പ്രവേശിക്കേണ്ടത്? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇങ്ങനെയാണല്ലോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ ആരംഭിക്കുന്ന രീതിയാണ്. ബിസ്മില്ലാഹ്, ഹംദും സ്വലാത്തും എല്ലാവർക്കും അറിയാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇഹ്റാമിന്റെ നിയ്യത്ത് ചൊല്ലി പറയുന്നതാണ്. സാധാരണഗതിയിൽ നിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്നർത്ഥം കരുതുകയാണ്. കരുതൽ മനസ്സിലാണ്, അല്ലേ? നമസ്കാരത്തിന്റെ നിയ്യത്ത് ശരിക്കും നാവുകൊണ്ട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താണ് പറയേണ്ടത് എന്ന് നമ്മൾ മദ്രസയിൽ പണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പലരും ഉച്ചരിച്ചുകൊണ്ട് തന്നെ ചൊല്ലാറുണ്ട്. എന്നാൽ ചൊല്ലി പറയേണ്ട നിയ്യത്ത് ഇഹ്റാമിന്റെ നിയ്യത്താണ്. ഹജ്ജിന്റെ ആയാലും ഉംറയുടെ ആയാലും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള നിയ്യത്ത് എങ്ങനെയാണ്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ. ഈ മൂന്ന് വാക്ക് മാത്രമേ ഏറ്റവും ചെറിയ, വേറെ പല രൂപത്തിലുള്ള നിയ്യത്തിന്റെ പദങ്ങൾ നമുക്ക് പുസ്തകങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഹജ്ജാണെങ്കിലോ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലേ? അത്രയും ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ലബ്ബൈക ഉംറ, അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ. ഇതിൽ ഏതാണോ അതാണ് ചെയ്യേണ്ടത്. ഇനി ഹജ്ജും ഉംറയും ഒന്നിച്ചാണെങ്കിൽ ഹജ്ജൻ ഉംറ എന്ന് ചെയ്യണം, അല്ലേ? ആ രൂപത്തിലാണ് ഇഹ്റാം ചെയ്യുന്നത്. ഒരാൾ വാപ്പാക്ക് വേണ്ടിയാണ് ഉംറ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചേർക്കണം? ലി അബീ, എന്റെ വാപ്പയ്ക്ക് വേണ്ടി. പേര് പറയാം മുഹമ്മദ്, ലി അബീ മുഹമ്മദ്. ഉമ്മക്ക് വേണ്ടിയാണെങ്കിലോ ലി ഉമ്മി ഫാത്തിമ, അല്ലെ? ആർക്ക് വേണ്ടിയാണോ അവരെ മനസ്സിൽ കരുതിയാൽ മതി. ആ നിലക്കാണ് അതിന്റെ നിയ്യത്ത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അങ്ങനെ നിയ്യത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? തൽബിയത്താണ്, അല്ലേ? ഒന്ന് ചൊല്ലി നോക്കൂ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അതിന് പ്രത്യേക താളവുമില്ല. ആ താളത്തിൽ തന്നെയാണ് ചൊല്ലേണ്ടത്. ലബ്ബൈക,
നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ ലബ്ബൈക്, ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക്, നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ലബ്ബൈക്, നിനക്ക് ഉത്തരം ചെയ്യുന്നു. ഇന്നൽ ഹംദ, നിശ്ചയം സർവസ്തുതിയും നിനക്കാണ്. വൻ നിഅമ, സകല അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്. ലക വൽ മുൽക്ക്, സകല ആധിപത്യവും നിനക്കാണ്. ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല. ഇതിലെന്താ മൊത്തത്തിൽ അടങ്ങിയിട്ടുള്ളത്? തൗഹീദാണ് അല്ലേ? അല്ലാഹുവിന്റെ ഏകത്വവും അവന്റെ പരമാധികാരവും ഒക്കെയാണ് ഇതിൽ വരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ പുരുഷന്മാര് തെൽബിയത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ്? ശബ്ദത്തിലായിരിക്കണം. സ്ത്രീകളോ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് കേൾക്കുന്ന രൂപത്തിൽ പതിഞ്ഞ സ്വരത്തിലാണ് സ്ത്രീകൾ തെൽബിയത്ത് ചൊല്ലേണ്ടതുള്ളൂ. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ പ്രവേശിക്കുന്നത് വരെ, അവിടെ എത്തുന്നത് വരേക്കും തെൽബിയത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കയറ്റം കയറുമ്പോൾ, ഇറക്കം ഇറങ്ങുമ്പോൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് നിരന്തരമായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ എയർപോർട്ടിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിച്ചതെങ്കിൽ അവിടെ മുതൽ ഫ്ലൈറ്റ് പോകുമ്പോൾ മക്കയിലെത്തിയിട്ട് അഥവാ ജിദ്ദയിൽ ഇറങ്ങി അവിടുന്ന് ബസ്സിൽ കയറി മക്കയിലെത്തി ഹോട്ടലിൽ പോയി അവിടെ കൂടി ഫ്രഷായി അവിടെ വെച്ച് നമ്മൾ തവാഫിന് വേണ്ടിയിട്ട് മസ്ജിദുൽ ഹറമിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് മസ്ജിദുൽ ഹറമിൽ എത്തുന്നത് വരെയും തൽബിയത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അതാണ് അതിന്റെ ക്രമം എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകുന്നത്. ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ശാരീരിക ബന്ധം ദമ്പതികൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ല. അതുപോലെ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങൾ, അതേപോലെ തന്നെ ധിക്കാരപരമായ വാക്കും പ്രവൃത്തിയും, തർക്കങ്ങൾ, ഹജ്ജിന്റെയും ഉംറയുടെയും മസ്തലകളെ പോലും തർക്കിക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ ചെയ്യുക. അടുത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷെ അയാൾക്ക് സംഗതി ബോധ്യപ്പെടുന്നില്ലെങ്കിലും തർക്കത്തിലേക്ക് പോകരുത്, മെല്ലെ പിന്മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേപോലെ മുടി ബോധപൂർവം മുറിക്കരുത്, അതുപോലെ തന്നെ നഖം വെട്ടരുത്. നേരത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഇനി ചെയ്യാൻ പാടില്ല എന്നാണ് ഉണർത്തുന്നത്. ഇനി അറിയാതെ ഒന്ന് ചൊറിഞ്ഞുപോയി, അപ്പോ രോമം കയ്യിലേക്ക് വന്നു തലയിൽ, എനിക്ക് സംഭവിച്ചു പോകാം അല്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കുളിക്കുമ്പോൾ മുടി കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ തലയിൽ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ ശരീരത്തിലെ വസ്ത്രത്തിനോ പിന്നെ സുഗന്ധം പൂശരുത്. നേരത്തെ പൂശിയതിന്റെ വാസന ശരീരത്തിനുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, വളരെ ജാഗ്രത പാലിക്കാറുണ്ട്. പൊതുവെ നമുക്ക് അവിടെ ഹോട്ടലൊക്കെ ഈ ഒലിവ് കൊണ്ടുള്ള ഗന്ധമില്ലാത്ത സോപ്പാണ് കിട്ടുക അല്ലേ? അത്രയും ജാഗ്രത ആവശ്യത്തിലൊക്കെ പാലിക്കൽ ഉത്തമമാണ്. അതുപോലെ തന്നെ വിവാഹാലോചന നടത്തരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? നമ്മൾ അവിടെ റൂമിൽ എത്തിയിട്ട് അടുത്ത ആളുകൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ എത്ര മക്കളുണ്ടെന്നൊക്കെ ചോദിക്കൂലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ മകളെ ഇയാളെ മകനെ കൊണ്ടൊന്ന് ആലോചിച്ചാലോ, കല്യാണം എന്നൊക്കെ തോന്നും അല്ലേ? അപ്പൊ ഇഹ്റാമിലാണെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകരുത് എന്നത് വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ പോലുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തലമറക്കുന്ന തൊപ്പി ഉപയോഗിക്കരുത്, തലപ്പാവ് ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള ഒന്നും തല മറക്കരുത്. ഇനി ലഗേജ് ബാഗ് ഉണ്ടെങ്കിൽ അത് തലയിലേറ്റിട്ട് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല. തുട ഉപയോഗിക്കാം, ബെൽറ്റ് ഉപയോഗിക്കാം. ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ പൗച്ചുള്ള ബെൽറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ പുതിയ കാലത്ത് മാസ്ക് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ചെറിയ തുന്നൽ ഉണ്ടാകും, പക്ഷെ അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാം എന്നാണ് അതിന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് യാത്ര ആരംഭിച്ചു. നിരന്തരമായിട്ട് തൽബിയത്ത് മുഴക്കിക്കൊണ്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത്. ഇഹ്റാമിലുള്ള ആൾക്ക് കുളിക്കാമോ? അതിനിടയിൽ ഒരു കുഴപ്പമില്ല, കുളിക്കാം. അവിടെ എത്തിയിട്ട്
ഒന്ന് ഫ്രഷ് ആവണം. പ്രത്യേകിച്ചും മസ്ജിദുൽ ഹറമിലേക്ക് പോകുമ്പോൾ സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കല് പ്രത്യേകം ശ്രേഷ്ഠമാണ്. ആ നിലയ്ക്ക് കുളിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡ്രസ്സ് മാറുന്ന സമയത്ത് മാറാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ 2 ഖണ്ഡം തുണിയാണ് അതിൽ ഉപയോഗിക്കാവുള്ളൂ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പുറപ്പെടുകയാണ്, ലഗേജ് ഒക്കെ അവിടെ വെച്ച് ഫ്രീ ആയിട്ട് മസ്ജിദുൽ ഹറമിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അല്ലെ, ജീവിതത്തിൽ ആദ്യമായി നമ്മൾ മസ്ജിദുൽ ഹറമിനെ അനുഭവിക്കാൻ പോകുന്ന അതിവൈകാരികമായ ഒരു സന്ദർഭമാണ്. മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുക എന്ന ചൊല്ലും സാധാരണ പള്ളിയിലെ ചൊല്ലുന്നത് തന്നെയാണ്. പള്ളിയിൽ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത്. അങ്ങനെ അടുത്തേക്ക് കയറി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ തൽബിയത്ത് അവസാനിപ്പിച്ചു. അല്ലെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലുന്നത് അവിടെ പള്ളിയിൽ എത്തുന്നതോടുകൂടി പൂർത്തിയായിരിക്കുന്നു. ഇനി പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ നമ്മൾ കഅബയെ ദർശിക്കുകയാണ്. മസ്ജിദുൽ ഹറമിലേക്ക് കയറി കഅബയിലേക്ക് പലരും ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്നുള്ള കൊതി കൊണ്ട് സാധാരണ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ ശ്രമിക്കരുത്. പൂർണ്ണമായും കഅബാലയം കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് മുഖം ഉയർത്തിയിട്ട് കഅബാലയത്തിലേക്ക് നോക്കേണ്ടത് എന്ന് പറയും. പൂർണ്ണമായും അതിനെ ആസ്വദിക്കുവാനും ഉൾക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ് ആ നിലയ്ക്ക് നിർദ്ദേശിക്കപ്പെടുന്നത്. ഏതായാലും അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവും. അല്ലെ, അല്ലാഹുവിന്റെ മുമ്പിൽ ആദ്യമായിട്ട് എന്താണ് ഞാൻ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്, സമർപ്പിക്കേണ്ടത്? അപ്പൊ കഅബ കാണുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅദീമൻ വ തക്രീമൻ എന്ന് പറഞ്ഞു തോന്നുന്ന ഒരു പ്രാർത്ഥന. പഠിച്ചവനെ, ഈ ഭവനത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ആദരവും ഗാംഭീര്യവും എല്ലാം നീ വർദ്ധിപ്പിക്കണമേ. അതേപോലെ ഇവിടെ ഹജ്ജിനും ഉംറക്കും എത്തിച്ചേരുന്ന സകലർക്കും നീ ആദരവും മഹത്വവും വർദ്ധിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ആ സമയത്ത് നിർവഹിക്കാം. അങ്ങനെ ചൊല്ലിക്കൊണ്ട് നമുക്ക് കഅബാലയം കണ്ട് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച് അകത്തേക്ക് പോകാം. ആ സമയത്ത് മനസ്സിൽ നല്ല ഒരു പ്രാർത്ഥന കരുതി വെക്കാം. പഠിച്ചവനെ, ഹിദായത്ത് പൂർത്തീകരിച്ചു തരാൻ, ഈമാൻ വർദ്ധിപ്പിച്ചു തരാൻ, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ആ നിലയ്ക്കുള്ള ഒരു നല്ല ഒരു പ്രാർത്ഥന മനസ്സിൽ കരുതുന്നത് ഉത്തമമാണ്. ഇനി എന്താ ചെയ്യാം? മസ്ജിദുൽ ഹറം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ടാമത്തെ കർമ്മത്തിലേക്ക് പ്രവേശിക്കണം. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി തവാഫിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. തവാഫ് എവിടെ നിന്നാണ് ആരംഭിക്കുക? ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ്. കഅബയ്ക്ക് എത്ര മൂലകൾ? 4 മൂലകൾ, അല്ലെ, 4 കോണുകളുള്ളത്. കഅബ എന്ന വാക്കിന്റെ അർത്ഥം ചതുരം എന്ന് മാത്രമാണ്. 4 കോണുകളുള്ള ഒരു കെട്ടിടം എന്നാണ് അതൊക്കെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വളരെ ബോധപൂർവ്വം നിശ്ചയിക്കപ്പെട്ട പേരുകളായിരിക്കും. നാം നമ്മൾ പഠിക്കണം. ഹജറുൽ അസ്വദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറുത്ത കല്ല് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, വേറെ എന്തെങ്കിലും ഒരു പോളിഷാക്കപ്പെട്ട പേര് ഒന്നും അതിന് നൽകപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും? അതിനോട് നമുക്ക് ആരാധനാഭാവം ഉണ്ടാകരുത്. അല്ലെ, അതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ില്ല അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അള്ളാഹുവെ അറിയാനുള്ള അടയാളങ്ങൾ മാത്രമാണ്. ആ നിലക്കാണ് ഇതിനെ കാണേണ്ടത് എന്നതുകൊണ്ടാണ് ഈ കെട്ടിടത്തിന് കഅബ എന്ന് മാത്രം പേര് വന്നത്. ഒരു ചതുര കെട്ടിടം. അതുപോലെ ആ കല്ലിന് ഹജറുൽ അസ്വദ് എന്ന് മാത്രം പേര് വന്നു. അല്ലെ, 4 മൂലകളുണ്ട്. അപ്പൊ അതിനുള്ള പേര് പറയാം. മൂലയ്ക്ക്, ഈ കോണറിന് പറയുന്ന പേര് റുക്ൻ എന്നാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ മൂല എന്നർത്ഥമുണ്ട്. അതുപോലെ കെട്ടിടത്തിന് ബലം നൽകുന്നത് അതിന്റെ മൂലക്കല്ലുകളാണല്ലോ. ആ നിലകൊക്കെ അർത്ഥം പറയാം. ഒന്നാമത് റുക്നുൽ ഹജറാണ്. ഹജറുൽ അസ്വദിന്റെ മൂലയാണ് ഇത് സങ്കല്പിക്കാം. രണ്ടാമത്തേത് റുക്നുൽ ഇറാഖി. ഇറാഖിന്റെ നേരെ ആ ദിശയിലേക്കുള്ള മൂലയാണ് രണ്ടാമത്തേത്. ഇതോ റുക്നുൽ ഷാം. ഷാം എന്ന് പറയുന്ന നാടിനെ
ഇന്ന നാടിന്റെ പേര് സിറിയ എന്നാണ്. ആ രാജ്യത്തിന്റെ നേരെയുള്ള ഡയറക്ഷനിലുള്ള പൊക്കനാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതേതായിരിക്കും പൊക്കനോ യമൻ അല്ലെ? യമൻ അതൊരു നാടാണ്. പൊക്കനോ യമൻ, യമനിന്റെ നേരെയുള്ള പൊക്കനാണ്, ആ കോണറാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പേരുകൾ വളരെ എളുപ്പമാണ്. മൂന്ന് നാട് പേരുകളാണ്, നാടിന്റെ പേരുകളാണ്. ഒന്ന് ഹജറുൽ അസ്വദാണ്, റൊക്കുനുൽ ഹജർ, റൊക്കുനുൽ ഇറാഖി, റൊക്കുനുൽ ഷാമി, റൊക്കുൻ അൽ യമാനി അല്ലെ? 4 മൂലകൾ. പിന്നെ കഅബയെ എങ്ങനെയൊക്കെ പരിചയപ്പെടാം? ഇതിന്റെ പരിസരം മുൻകൂട്ടി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് കൃത്യമായി ധാരണ മനസ്സിലുണ്ടാവണം. ഇത് ഹജറുൽ അസ്വദാണ്. പിന്നെ എന്താണ് അതിന്റെ തൊട്ട് അടുത്തായിട്ട് ഫ്രണ്ടിന് കഅബയുടെ വാതിലുണ്ട് അല്ലെ? കഅബയുടെ വാതിൽ. അപ്പൊ ഈ ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, അതിനൊരു പ്രത്യേക പേരുണ്ട്. എന്താ പേര്? മുൽത്തസം എന്നാണ് പറയുന്നത് അല്ലെ? മുൽത്തസം. ഇൽത്തസം എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളിപ്പിടിക്കാനാണ് ആ വാക്കിന്റെ അർത്ഥം. നെഞ്ചു വെച്ച് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഇടം നമ്മളവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഒരു പക്കത്തെ നിസ്കാരം കഴിയുമ്പോൾ ആൾക്കാരെ ചാടി വന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലമാണ്. തിക്കും തിരക്കും ഉണ്ടാക്കേണ്ടതില്ല. വിശാലമ്മ നമുക്കതിനൊരു അവസരം കിട്ടും. ഇവിടെ നമ്മൾ കുറച്ച് അകലെയായിട്ട്, ഒരു 10 മീറ്റർ അകലെയായിട്ട് എന്തുണ്ട്? മഖാം ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയിലേക്ക് കെട്ടിപ്പടുക്കുമ്പോൾ കയറി നിന്നിട്ടുള്ള കല്ലുകൾ അതിന്റെ അകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? അതിന് പ്രത്യേക സ്വർണ്ണ കളറുള്ള ഒരു സ്തൂപത്തിന്റെ അകത്താണ് ആ പാദങ്ങൾ ഉള്ളത്. നമുക്കതിലേക്ക് പിന്നീട് നോക്കാനായിട്ട് പറ്റും. തവാഫിന്റെ ഇടയിൽ വേറെ ഒരു പണിയും ചെയ്യരുത്. തവാഫ് തന്നെ ആകുന്നു. പിന്നെന്നുള്ളത്, ഇനി ഇവിടെ ഈ റൊക്കൻ ഇറാഖിയുടെയും റൊക്കൻ ഷാമിന്റെയും ഇടയിലായിട്ട് ഇങ്ങനെ വളച്ചു കെട്ടിയ ഒരു അരമതിലുണ്ട്. ഇതിന് എൻട്രൻസ് ഉണ്ട്, ഇതിന് എൻട്രൻസ് ഉണ്ട്. വളച്ചു കെട്ടിയ അരമതിലാണ്. ഇതിനെന്താ പേര് പറയാം? ഹിജർ ഇസ്മായിൽ എന്ന് പറയാം അല്ലെ? ഇസ്മായിലിന്റെ മടിത്തട്ട് എന്നർത്ഥം പറയാം. ഹാജറ ബീവി അവിടെയാണ് നേരത്തെ താമസിച്ചിരുന്നത്. കഅബയുടെ ഒരു ചെരിവ് കുടയിൽ കെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെയായിരുന്നു ആടിനെ വളർത്തിയിരുന്നതും ഇസ്മായിൽ എന്ന കുഞ്ഞു വളർന്നതൊക്കെ അവിടെയാണ്. ഇതിന്റെ പിന്നെ ചരിത്രങ്ങളുണ്ട്. ഇത് ഹിജർ ഇസ്മായിലാണ്. അവിടെയാണ് ഹാജറ ബീവിയുടെ സ്ഥാനം. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്. ആ കുടുംബത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. മഖാം ഇബ്രാഹിം, ഇവിടെ ഹിജർ ഇസ്മായിലുണ്ട് അല്ലെ? അതിന്റെ പുറത്തുകൂടെ ചുറ്റിയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. അങ്ങനെ കടന്നു വന്ന് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇതാണ് റൊക്കുൻ അൽ യമാനി എന്ന് പറയുന്നത്. ഇവിടെ ആ കിബിലയിൽ നോക്കിയാൽ അതിന്റെ കോർണറിൽ അവിടെ പ്രത്യേകിച്ച് ചെറിയൊരു അടയാളത്തെ ഉള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 4 മൂലകൾ: റൊക്കുൻ അൽ ഹജർ, റൊക്കുൻ ഇറാഖി, റൊക്കുൻ ഷാം, റൊക്കുൻ അൽ യമാൻ അല്ലെ? അപ്പൊ തവാഫ് സ്റ്റാർട്ട് ചെയ്യണം. തവാഫ് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, കഅബയുടെ മുറ്റം എന്ന് പറയാം. മസ്ജിദുൽ ഹറമിന്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലായില്ലേ? ഇത് കഅബയാണെങ്കിൽ ഇതിന്റെ ചുറ്റിലും ഉള്ള സ്ഥലം, കഅബയുടെ മുറ്റം ആയ സ്ഥലമാണ് മഖാഫ്. തവാഫ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ഇതിന്റെ അർത്ഥം. മഖാഫ് എന്ന് പറയും. ആ വാക്കൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും അല്ലെ? അയാളെ കാണുന്നില്ല, അയാൾ ഇവിടെ പോയി ഞാനിപ്പോ മഖാഫിൽ വെച്ച് കണ്ടതാണ് എന്നൊക്കെയാണ് നമ്മൾ പിന്നെ പറയാം. അപ്പൊ മഖാഫിന്റെ ചുറ്റിലും പള്ളിയാണ്. മസ്ജിദുൽ ഹറം വട്ടത്തിലുള്ളത്. എന്താ കാരണം? കഅബയെ കേന്ദ്രമാക്കിയിട്ടാണല്ലോ പള്ളികളുള്ളത്. അപ്പൊ ഈ മസ്ജിദുൽ ഹറമിന്റെ 4 ഭാഗത്തു നിന്നും നമ്മൾ കഅബയിലേക്ക് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മസ്ജിദുൽ ഹറമിന്റെ ഒരു അന്തരീക്ഷത്തിൽ മനസ്സിലാക്കും. അപ്പൊ മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നടത്തി, കഅബ കണ്ടപ്പോഴുള്ള പ്രാർത്ഥന നടത്തി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂല കണ്ടെത്തണം അല്ലെ? അപ്പൊ പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും. ഏതാണ് നമ്മുടെ ഈ നാട് പോലെ എന്ന് പറയാം. ഇവിടെ നടുവിലെ കഅബയാണെങ്കിൽ ചുറ്റിലും ഇങ്ങനെ പള്ളി കിടക്കാണ്. അപ്പൊ ഒരു കോർണറിൽ ഒരു ഭാഗത്ത് പച്ച വെളിച്ചമുള്ള ലൈറ്റ് ട്യൂബ് ഉണ്ടാവും. അതിന്റെ നേരെയാണ് ഹജറുൽ അസ്വദ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ സംഘമായിട്ടാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ അതിന്റെ അടുത്തേക്ക് വന്ന് പിന്നെ മഖാഫിലേക്ക് ഇറങ്ങുക. മഖാഫിലേക്ക് ഇറങ്ങിയിട്ട്
കഴിയുന്നത്ര മുന്നോട്ട് വരാം. തിരക്കുണ്ടെങ്കിൽ അടുത്തേക്ക് വരാൻ കഴിയില്ല. ഏതായാലും താഴെ മത്താഫിലേക്ക് ഇറങ്ങാം. എന്നിട്ട് ഏറ്റവും പൂർണ്ണത ഹജർ അസ്വദ് സ്പർശിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പൂർണ്ണത. പക്ഷെ അത് സാധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ? പിന്നെ എന്താ ചെയ്യാം? പകല് നിന്ന് നമ്മൾ ഇങ്ങനെ, ഇത് കഴവയാണെങ്കിൽ ഇങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, കൈ ഉയർത്തിയിട്ട് ഹജർ അസ്വദിന്റെ നേരെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നമ്മൾ തവാഫ് ആരംഭിക്കാൻ. ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ എത്ര ചുറ്റലാണ്? 7 ചുറ്റലാണ് അല്ലെ? 7 തവണ കഅബയെ ചുറ്റുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാകുന്നത് എന്ന് മനസ്സിൽ കരുതണം. അപ്പൊ തവാഫിന്റെ നിയ്യത്ത് മനസ്സിൽ കരുതണം. ഞാൻ 7 ചുറ്റലോട് കൂടിയിട്ട് തവാഫ് നിർവഹിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതണം. അപ്പൊ ആദ്യമായിട്ട് തവാഫിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, ഉമ്മർക്ക് വേണ്ടി മക്കയിലെത്തി, അങ്ങനെ ഉമ്മ നിർവഹിക്കുമ്പോൾ ഇതുവരെ ഉമ്മ നിർവഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉമ്മ സുന്നത്താണ്, ഫർദാണ്. ജീവിതത്തിലെ ആദ്യത്തെ ഉമ്മ നിർവഹിക്കാണ്. അപ്പൊ അയാളുടെ ഫർദായ തവാഫാണ് അയാൾക്ക് നിർവഹിക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ കരുതേണ്ടതാണ്. ആ സമയത്ത് പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടൊരു നിയമം എന്താ ചെയ്യേണ്ടത്? അവരുടെ മേൽമുണ്ടല്ല, ആ മേൽമുണ്ട് കക്ഷത്തിന്റെ അടിയിലൂടെ വലത് കക്ഷത്തിന്റെ താഴെ കൂടെ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ ബാക്കി ഭാഗം തോളത്തേക്ക് ഇടണം എന്ന നിർദ്ദേശമുണ്ട്. എന്ന് പറയും. ഈ മസിൽ കാണണം, അതോ ഈ ചുമൽ, ഈ ഭാഗം കാണുന്ന രൂപത്തിൽ വസ്ത്രം ഇങ്ങനെ അകത്തോടെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടും. എന്നാണ് പറയാം. അതേപോലെ തന്നെ ആദ്യത്തെ ചുറ്റലില് പുരുഷന്മാര് ആദ്യത്തെ 3 ചുറ്റൽ കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വേഗത്തിൽ നടക്കാൻ ശ്രമിക്കണം. തിരക്കുണ്ടാവും, എന്നാൽ നിന്നേടത്തിൽ നിന്ന് തന്നെ ചെറിയ ജോഗിങ് പോലെ ഒന്ന് പരിശ്രമിച്ച് നടക്കാൻ ശ്രമിക്കണം. അതിന് അന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മ തടയപ്പെട്ടു അല്ലെ? പിന്നീട് അവര് സഹാബത്തും ഉമ്മക്ക് വേണ്ടിയിട്ട് അടുത്ത വർഷം വരുന്നുണ്ട്. അന്ന് അവരെ ഉമ്മ നിർവഹിക്കുമ്പോൾ ഈ രൂപത്തിലാണ് ഉമ്മ നിർവഹിച്ചത്. എന്തിനായിരിക്കും? മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ കരുത്തിനൊരു കോട്ടം സംഭവിച്ചിട്ടില്ല, നമുക്ക് ഞങ്ങളുടെ മസിൽ പവർ ഉണ്ടാവും എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ ധീരത പ്രകടിപ്പിച്ചുള്ള ഒരു നടത്തമാണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്കറിയാലോ. ഇന്നു മുതൽ ഏറെ പ്രസക്തിയുണ്ട്. മുസ്ലിം ഉമ്മ ഏറെ പരീക്ഷിക്കപ്പെടുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രകടനം കൂടിയാണ് ഈ അമൽ നടത്തവും അതുപോലെ തന്നെ ഈ വസ്ത്രം ഇങ്ങനെ എടുത്ത് തോളത്തേക്ക് ഇടുന്ന രീതിയും ഒക്കെ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തവാഫ് പൂർത്തിയാകും. അപ്പൊ തവാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുന്ന ഒരു ദിക്റുണ്ട്. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കിതാബിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നിന്നോട് കരാർ പൂർത്തീകരിച്ചുകൊണ്ട് നിന്റെ നബി യുടെ ആ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടോ ഞാനിതാ തവാഫ് ആരംഭിച്ചിരിക്കുന്നു. അതൊക്കെ നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയും. അതിനുള്ള ശ്രമം നടത്തും. ഇനി കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് ബേജാറാവുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ, പ്രായമായി ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് അസ്വസ്ഥരാകുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവർ ചൊല്ലുന്നുണ്ടാവും, അവരുടെ കൂടെ ചൊല്ലിപ്പോകണം. ശരിക്കും അവിടെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രീതിയിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഓരോ കോഴിയിൽ വന്ന് അമീർ ഒച്ചത്തിൽ ഇങ്ങനെ ചൊല്ലുന്നു, കൂടെയുള്ളവർ അതുപോലെ തന്നെ ചൊല്ലുന്നു. അപ്പൊ നമ്മളാകെ അസ്വസ്ഥരാണ്. പഠിച്ചവനെ എന്റെ കയ്യിൽ ബുക്കുമില്ല, ദുആഇല്ല, എന്ത് ചെയ്യും? ഞാൻ അസ്വസ്ഥപ്പെടുന്നതില്ല. അല്ലാഹു മനസ്സിലേക്കാണ് നോക്കുന്നത്. ദുആ അതിഞ്ഞ സ്വരത്തിലാണ് ശരിക്കും നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. എന്നാലും അത്യാവശ്യ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കണം. 7 ചുറ്റലാണല്ലോ. 7 ചുറ്റലിൽ ഞാൻ എന്ത് ചൊല്ലണം? സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥനയുടെ അവിടെ നമുക്ക് തുടങ്ങാം അല്ലേ?
അതുപോലെ നമുക്ക് ഖുർആനിൽ നിന്ന് നമുക്ക് അറിയുന്ന പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. അൽ-ബഖറയുടെ അവസാനം, ആലിഫിന്റെ അവസാനം, ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ ഖുർആൻ പ്രാർത്ഥനയാവാം, അതുപോലെ തന്നെ ഹദീസുകൾ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. ഖുനൂത്തുണ്ട്, ഖുനൂത്തൊക്കെ നിർവഹിക്കാവുന്ന സന്ദർഭമാണ്. അപ്പൊ അങ്ങനെ ഓരോ ചുറ്റലും പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ വ്യക്തിപരം, കുടുംബപരം, സാമ്പത്തികം, സാമൂഹികം, അങ്ങനെ തുടങ്ങിയിട്ട് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക്, ലോകത്തേക്ക് വളരെ വിധത്തില് പ്രാർത്ഥന നിർവഹിക്കുക എന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഹജറുൽ അസ്വദ്, റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാം, റുക്നുൽ യമൻ, റുക്നുൽ യമൻ മുതൽ ഈ ഹജറുൽ അസ്വദ് വരെ പ്രത്യേകം ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥന ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതറിയാത്ത ആരുമില്ലല്ലോ. ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു പ്രാർത്ഥനയാണ് വമിൻഹും മൻ യഖൂലു എന്ന് പറഞ്ഞിട്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അവിടെ പ്രത്യേക കാര്യമാണ്. ചില ആൾക്കാർ ഫിദ് ദുനിയ ഹസന എന്ന് നിർത്തിക്കളയും. അല്ലെ, ദുനിയാവിലെ കാര്യം മാത്രം, മക്കളെ കെട്ടിക്കേണ്ടതുണ്ട്, അല്ലെ, വീട് വെക്കേണ്ടതുണ്ട്, തൊഴിലിന്റെ പ്രശ്നമുണ്ട്, ബിസിനസ് ഉണ്ട്, ദുനിയാവിലാണ് അവസാനിപ്പിക്കരുത്. നമ്മുടെ ലക്ഷ്യം അല്ലാഹുവാണ്, അല്ലെ, സ്വർഗമാണ്. അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഒരു ചുറ്റലൂടെ എത്തുമ്പോൾ പൂർത്തിയായി. ഇങ്ങനെ 7 ചുറ്റലാകുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ തവാഫ് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കാം. 7 തവണ ചുറ്റി തവാഫ് പൂർത്തിയായി. അല്ലെ, ഇനി എന്താ ചെയ്യാം? ഇനി മഖാമി ഇബ്രാഹിം മുസല്ല. ഖുർആനിൽ ആയത്താണ് മഖാമി ഇബ്രാഹിമിനെ നിങ്ങൾ മുസല്ലയായി സ്വീകരിക്കുകയും എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കണം. അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ പിറകിൽ തന്നെ നടക്കുമോ? ചിലപ്പോൾ കഴിയും, തിരക്കില്ലെങ്കിൽ. ഇനി തിരക്കാണെങ്കിൽ കുറച്ചുകൂടി പിറകിലേക്ക് മാറാം. ഞാൻ അല്ലെങ്കിൽ മത്താഫിൽ എവിടെയും നോക്കാം, അവിടെയും സ്ഥലത്തില്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ എവിടെ വെച്ച് നിസ്കരിക്കാം എന്ന് മനസ്സിലാക്കുക. ചിലരിങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടല്ലോ, ഒക്കെ നിസ്കരിക്കുന്നുണ്ടാവും. അപ്പൊ തവാഫ് ചെയ്യുന്ന ആൾക്കാർ അവരെ തട്ടിത്തടഞ്ഞ് മറിഞ്ഞ് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്യരുത്. അത് നമ്മുടെ അമലുകളെ ബാധിക്കും എന്ന് മനസ്സിലാക്കണം. 2 റക്അത്ത് നിസ്കരിക്കാൻ. അതിൽ 1-ാമത്തെ റക്അത്തിന് ഫാത്തിഹയ്ക്ക് ശേഷം അൽ കാഫിറൂൻ സൂറത്ത് ഓതും, 2-ാമത്തേതിൽ അൽ ഇഖ്ലാസ് ഓതും. അല്ലേ, അങ്ങനെ അൽഹംദുലില്ലാഹ് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നിട്ടോ സംസം കുടിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ല, മാഹു സംസം കുടിക്കാണ്. സംസം കുടിക്കുന്നത് സാധാരണ നിലയിൽ ഇരുന്ന് കൊണ്ട് കുടിക്കലാണല്ലോ, വെള്ളം കുടിക്കണമെങ്കിലാണ് സുന്നത്ത്. പക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അവിടെ വെച്ച് നിന്ന് കുടിച്ചു. കാരണം ഇതിപ്പോൾ തിരക്കുണ്ടാവുമല്ലോ, അതിന്റെ പ്രായോഗികത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റസൂൽ ആ രീതി അവർ കാണിച്ചു തന്നത്. അപ്പൊ നിന്ന് കുടിക്കാം. അങ്ങനെ സംസം കുടിക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവണം. അല്ലെ, എന്താ പ്രാർത്ഥിക്കാം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, പ്രയോജനകരമായ അറിവ്, വരിസ്ഖൻ വാസിഅൻ, റിസ്ഖിൽ വിശാലത, വശിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ അസുഖങ്ങളിൽ നിന്നുള്ള ശിഫ മനസ്സിൽ കരുതണം. എന്താണോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കരുതണം. ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജും ഉംറയൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചെത്തുന്നത് വരെയും നല്ല സിഹത്തും ആഫിയത്തും ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിച്ച് തവാഫ് പൂർത്തീകരിച്ചു. ഇനി എന്താ ചെയ്യാം? ഇതിനൊക്കെ 3-ാമത്തെ കർമ്മത്തിലേക്ക് കടക്കണം. 3-ാമത്തെ കർമ്മം സഅയാണ്. സഅയ എന്ന വാക്കിന്റെ അർത്ഥം ഓട്ടം എന്നാണ്, അല്ലേ, അല്ലെങ്കിൽ പരിശ്രമം എന്നാണ് അർത്ഥം. നടത്തം ഒന്നുകൂടി വേഗത്തിലാക്കുമ്പോഴാണ് സഅയിലോട്ട് കയറി ചെല്ലാണ്. അതിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് റാമ്പ് മാതിരി ഇങ്ങനെ ചെവി കിടക്കുന്ന ഒരു വഴി ഉണ്ടാവും, അതിനെ മുന്നോട്ട് പോകും. ഒരു കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണും. ആ ബോർഡിൽ ഒരു ആയത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ടാവും. എന്തായത്? ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ فلا جناح عليه أن يطوف بهما ومن
تطوع خيرا فإن الله شاكر عليم. സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്താണ്. ഇങ്ങനെയുള്ള ആയത്തൊക്കെ നോട്ട് ചെയ്ത് പരമാവധി കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ചൊല്ലിക്കൊണ്ടേയിരുന്ന നമുക്ക് കിട്ടും. അപ്പോൾ എഴുതി കാണിക്കുന്നുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് എത്രയും ചൊല്ലണം? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഈ വാക്കൊക്കെ നമുക്കറിയാം. ഇന്ന അസ്സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നങ്ങളാണ് എന്നാണ് ആ സമയത്ത് നമ്മൾ ഓതുന്നത്. ആ ആയത്ത് ഓതിയിട്ട് നമ്മൾ എങ്ങോട്ട് ചെല്ലുന്നത്? സഫയിലേക്കാണ് അല്ലെ? സഫ മർവ രണ്ട് കുന്നുകളാണ് അല്ലെ? ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത സെഷനിൽ ഈ അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുന്നിടത്ത് കൂടുതലായിട്ട് വ്യക്തത നമുക്ക് ലഭിക്കും. അപ്പൊ സഫ എന്ന കുന്നിലേക്ക് ആ സമയത്ത് നമ്മൾ കയറി ചെല്ലുന്നു. കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണം. കഴിയുന്നത്ര മുകളിലോട്ട് കയറിയിട്ട് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. എന്നിട്ട് അവിടെ വെച്ച് സായ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ വെച്ച് വ്യക്തിപരമായിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് അവിടെ വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ടോ പിന്നെ ദിക്റുകളിലേക്ക് കടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാൻ പറയുന്നല്ലേ സാധാരണ നിസ്കാര ശേഷം ചൊല്ലുന്ന ദിക്റാണ്. ഈ ദിക്റാണ് ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടത്. തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന ദിക്ർ വർദ്ധിപ്പിക്കും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസബൽ അഹ്സാബ വഹ്ദഹു. ഇങ്ങനെയുള്ള ചില ദിക്റുകളും അതോട് ചേർത്തുകൊണ്ട് നിർവഹിക്കാം. അങ്ങനെ സഫയിൽ നിന്ന് നമ്മൾ സഅയ് ആരംഭിക്കണം അല്ലേ? സഫയിൽ നിന്ന് സഅയ് ആരംഭിക്കുന്നു. സഫയിൽ നിന്ന് മർവയിലേക്ക് എത്രയാ ദൂരം? 409 മീറ്റർ ദൂരമാണ്. സഫയിൽ നിന്ന് മർവയിലേക്ക് 450. അപ്പൊ മർവയിൽ നിന്ന് സഫയിലേക്ക് പിന്നെ 450. മൊത്തം 7 ചുറ്റലല്ല, 7 നടത്തമാണ്. അത് മനസ്സിലാക്കണം. സഫയിൽ നിന്ന് മർവയിലേക്ക് 1 അല്ലെ? മർവയിൽ നിന്ന് സഫയിലേക്ക് 1. അങ്ങനെ ഇപ്പൊ 2 ആ രൂപത്തിലാണ്. അല്ലാതെ സഫയിൽ തുടങ്ങി സഫയിൽ നിന്ന് തിരിച്ചെത്തലല്ല സായം. അങ്ങനെ ചുറ്റിയടിക്കാൻ തീരൂല, കാണുന്നു. ഇതുപോലെ 450 മീറ്റർ ഉണ്ട്. അപ്പൊ 7 × 450 എത്ര ഉണ്ടാവും? 3 കിലോമീറ്ററും 150 മീറ്ററും ഉണ്ടാവും അല്ലെ? 3 കിലോമീറ്റർ നടക്കാനുണ്ട് സഫ മർവയ്ക്കിടയില്. അതുകൊണ്ടാണ് ആരോഗ്യം ശ്രദ്ധിക്കണം. അതിനെ കുറിച്ച് നടന്ന് പരിശീലിക്കും. അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്ത് മസിൽ പവർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്. ആ നിരക്കുകൾ ഒരിക്കലും തീർച്ചയായും നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് സഫ മർവയ്ക്കിടയിലുള്ള സഅയ് നടക്കാൻ നല്ല തണുപ്പുണ്ടാവണം, നല്ല AC ആയിരിക്കും. സ്ത്രീകൾക്ക് സോക്സ് ഒക്കെ ഉപയോഗിക്കാനാണ്, പുരുഷന്മാർക്ക് അത് പറ്റൂല. അവിടെ മാത്രം ഉപയോഗിക്കാൻ ചെരുപ്പ് കൊണ്ടുപോകാം. പുറത്തിടാത്ത രൂപത്തില് ആ നിലയിലുള്ള ചില ചെരുപ്പുകൾ ഉപയോഗിച്ച് പ്രവാഹം സഹായം ചെയ്യുന്നവർ കാണാം. തണുപ്പ് പ്രയാസങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഏതായാലും സഫ മർവയുടെ മധ്യത്തിൽ കുറച്ച് ഭാഗം ഇങ്ങനെ പച്ച തേക്ക് കൊടുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയത് കാണാം. അവിടെയൊക്കെ പുരുഷന്മാര് അല്പം വേഗത്തിൽ സ്പീഡിൽ നടന്നു പോകാൻ ശ്രദ്ധിക്കണം. എന്ന് പ്രത്യേകമായിട്ടൊരു ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ആ സമയത്ത് കടന്നു പോകേണ്ടത്. അങ്ങനെ നമ്മൾ മർവയിലേക്ക് കടന്നു. മർവയിലെത്തിയാൽ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും സഫയിലേക്ക് മർവയിലേക്ക്. അങ്ങനെ സഫയിൽ തുടങ്ങിയ സഅയ് 7ാമത്തേത് മർവയിൽ ചെന്ന് പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ധാരാളമായിട്ട് ദിക്ർ ചെയ്യാം, ദുആ ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാം. ആ നിലയിൽ ആ സമയം സന്ദർഭം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടുവർത്താനം പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടാവും. ഇങ്ങനെ സംഭവിക്കരുത്. ഒരു വിവാദത്താണ്. ആ നിലയ്ക്ക് തന്നെ അതിനെ കാണുകയും അതിനെ പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ 4ാമത്തെ എന്താണ്? മുടിയെടുക്കലാണ് അല്ലെ? മുടിയെടുക്കലാണ്. ഇത് വളരെ സിമ്പിളാണ്. ചില ആൾക്കാർ അവിടെ വെച്ചത്
എവിടെയെങ്കിലും അവരുടെ പോക്കറ്റില് കത്രിയൊക്കെ കരുതിയിട്ടുണ്ടാവും, അവിടെ വെച്ചൊന്ന് മുറിക്കാൻ തോന്നുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാമോ? പാടില്ല. മസ്ജിദുൽ ഹറമാണ്, അതിന് പവിത്രത സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പുരുഷന്മാർ ആഘോഷത്തിലേക്ക് പോകണം, സ്ത്രീകൾ റൂമുകളിലേക്ക് പോയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പുരുഷന്മാർക്ക് എന്താ ഉത്തമം? മുടി പൂർണ്ണമായിട്ടും എടുക്കലുണ്ട്, മുടി വടിക്കുക, തല മുണ്ടനം ചെയ്യാം. പ്രത്യേകിച്ചും ഫർദായ ഉംറയാണ് നിർവഹിക്കുന്നതെങ്കിൽ, ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഉംറയാണെങ്കിലൊക്കെ മുഴുവനായിട്ടും മുടി എടുക്കലാണ് ഉത്തമം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, തല മുണ്ടനം ചെയ്തവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. അപ്പൊ ഒരാള് നല്ല സുന്ദരനായ ഫാഷനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളെ ചോദിച്ച റസൂലെ, റസൂലെ വെട്ടിയാൽ പോലും വെട്ടുന്നവരുടെ കാര്യത്തിൽ എന്താണ് റസൂല്? റസൂൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ പിന്നെയും പറയാണ്, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, മുടി പൂർണ്ണമായി എടുത്തവരോട് നാം കരുണ ചെയ്യട്ടെ. പിന്നെ 3 തവണ അതൊക്കെ ആവർത്തിക്കുകയാണ്. 4-ാമതായിട്ട് പറഞ്ഞു, വെട്ടിയാലും എന്ന രൂപത്തിലാണ് പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠം അത് തന്നെയാണ്. നമ്മൾ ഹദീസിലൊക്കെ മനസ്സിലാക്കുന്നില്ലേ, ഉമ്മ തന്നെ പ്രസവിച്ച ആ ദിവസത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ കുഞ്ഞ് ജനിച്ചാൽ എന്താ ചെയ്യാം? മുടിയെടുക്കണം. ആ മുടിയെടുക്കലാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് അടിമുടി നമ്മൾ എല്ലാ അർത്ഥത്തിലും മാറുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഒരു വിരലിന്റെ അത്ര പറഞ്ഞാൽ ഒരു 2 സെന്റിമീറ്റർ മുടിയൊക്കെ മുറിക്കേണ്ടതാണ്. പിന്നീട് മുറിക്കാൻ മുടി വേണം. അത് തലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ചേർത്ത് പിടിച്ച് മുറിച്ചാൽ മതിയാകും. അതോടുകൂടി എന്തായി? ഇഹ്റാമിൽ നിന്ന് തഹല്ലുൽ, ഹലാലിന്റെ അർത്ഥം എന്താ? അനുവദനീയം. തഹല്ലുൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ചില കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമായിരുന്നു ഇഹ്റാമിൽ. ഇനി ഇതോടുകൂടി നേരത്തെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ് എന്നാണ് തഹല്ലുൽ എന്ന വാക്കിന്റെ ഉദ്ദേശം. അപ്പൊ ഇഹ്റാമിന്റെ എതിരായിട്ടുള്ള വാക്കാണ് തഹല്ലുൽ. ഇഹ്റാം എന്ന് പറയുമ്പോൾ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തഹല്ലുൽ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഉംറ കഴിഞ്ഞപ്പോൾ ഒരാള് പിന്നീട് എന്താ ചെയ്യും? കുറച്ച് അവിടെ തന്നെ കഴിയും. എന്നിട്ട് അതിനിടയിൽ മദീനയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മദീനയിലേക്ക് പോകുന്നവർ പിന്നെ എന്താ പ്രത്യേകിച്ച് കാര്യം ചെയ്യേണ്ടത്? മക്കയോട് താൽക്കാലികമായിട്ട് വിട പറയണമല്ലോ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മീഖാത്ത് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? തവാഫുൽ വിദാ, മക്കയോട് വിടവാങ്ങുന്ന തവാഫ് എന്ന രൂപത്തിൽ തവാഫ് നിർവഹിച്ചിട്ടാണ് പോകേണ്ടത്. ഇഹ്റാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയത്തിന്റെ നിവാരണം ഇപ്പോൾ തന്നെ നടത്താൻ തോന്നുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ് ടൈം ആണെങ്കിൽ എങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കും എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അവര് പുരുഷന്മാരെ പോലെ തന്നെ കുളിക്കുക, ആ അർത്ഥത്തില് ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിനു ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കാണ് വേണ്ടത്. ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം. കാരണം നമ്മൾ മീഖാത്തിലൂടെ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തേക്ക് പോകാണ്. ഉംറ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് യാത്രയാക്കുന്നത്. അതേപോലെ തൽബിയത്ത് ചൊല്ലുക, ആ നിലക്കുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ പാടില്ലാത്തത്? തവാഫാണ് പാടില്ലാത്തത്. തവാഫ് മസ്ജിദുൽ ഹറമിന്റെ അകത്താണ് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ തവാഫ് അവർക്ക് സാധ്യമല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ താമസ സ്ഥലത്ത് ഹോട്ടലിൽ തന്നെ ശുദ്ധിയാകുന്നത് വരെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. ശുദ്ധിയായതിനു ശേഷമാണ് അവർ തവാഫും മറ്റു കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതിൽ വല്ലാത്ത വിഷമമാണ്. വിളിച്ചോളി ജീവിതത്തിൽ ഒരിക്കലൂടെ എത്തിയിട്ട് പിന്നെ റൂമിൽ ഇരിക്കേണ്ടി വന്നല്ല, അല്ലെ? ഇതിന് വിഷമിക്കണം വേണ്ട. അല്ലാഹു തആല നിങ്ങളെ ഏൽപ്പിച്ച പ്രകൃതിപരമായ വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. തീർച്ചയായും അല്ലാഹു അതിന് കൂടി ധാരാളം പ്രതിഫലം നൽകും എന്ന് മനസ്സിലാക്കണം. അതേ സമയത്ത് ടാബ്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഏതാണ്ട് ആ ടൈമൊക്കെ പൊതുവെ അറിയുന്നതാണല്ലോ. ആ നിലയ്ക്ക് ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ട് ഗൈനക്കോളജിസ്റ്റൊക്കെ ബന്ധപ്പെട്ട് ടാബ്ലറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാം.
അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, നമ്മൾ സാധാരണ പള്ളിയിൽ എത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്? തഹിയ്യത്തുൽ മസ്ജിദാണ് അല്ലെ? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. മസ്ജിദുൽ ഹറമിൽ എത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? തവാഫാണ് അല്ലെ? തവാഫാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് തവാഫ് വർദ്ധിപ്പിക്കൽ ശ്രേഷ്ഠമാണ്. തവാഫ് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കലാണ് ഉത്തമം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നേരത്തെ തന്നെ പുറപ്പെടേണ്ടി വരും അല്ലെ? പെട്ടെന്ന് നമ്മളല്ല വാങ്ങി കേൾക്കുമ്പോൾ ഇറങ്ങി ചെന്നാൽ നടക്കില്ല. 1 മണിക്കൂർ മുമ്പിൽ അവിടെ എത്തിയാലേ നടക്കുള്ളൂ. അപ്പൊ പുരുഷന്മാർക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉംറ നിർവഹിക്കുന്ന ഇഹ്റാം വേഷം ധരിച്ച ഉംറ നിർവഹിക്കാൻ വേണ്ടി എത്തിയ പുരുഷന്മാരെ മാത്രമാണ് അവിടുത്തെ വളണ്ടിയേഴ്സ് അകത്തേക്ക് കടത്തി വിടുള്ളൂ. ഇങ്ങോട്ട് മത്താഫിലേക്ക് കനകയുടെ പരിസരത്തേക്ക് അവരെ വിടുള്ളൂ. സാധാരണ ഡ്രസ് ചെന്നാലോ നേരെ മുകളിലൊക്കെ കയറാൻ പറയും. അപ്പൊ മുകളിൽ കയറി കഴിഞ്ഞാൽ തവാഫ് ചെയ്തോടെ? തവാഫ് ചെയ്യാം. മുകളിൽ നമുക്ക് അതേപോലെ തവാഫ് ചെയ്യാൻ സൗകര്യമുണ്ട്. തിരിച്ചൊക്കെ പോകാം. പക്ഷെ ദൂരം കുറച്ച് പോകാം അല്ലെ? തവാഫ് പൂർത്തിയാക്കാൻ ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ വരും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? ഒരു കുറുക്ക് വഴി ഇങ്ങനെ ഉംറയ്ക്കുമല്ല, പക്ഷേ ഡ്രസ് മാറിയിട്ട് ഉംറയുടെ ഡ്രസ് ഇട്ടുകൊണ്ട് ആൾക്കാർ പോകുന്നത് കാണും. നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ അത് മിസ്സായി പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറുക്ക് വഴി സ്വീകരിക്കുന്നത് കാണും. ഇത് ശരിയാവോ? അത്ര നല്ല രീതിയല്ല അല്ലെ? പുണ്യകരമായ അവിടെ എത്തിയിട്ട് ഇങ്ങനെ കുറുക്ക് വഴിയിലുള്ള കാര്യം ഒപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് മുകളിൽ തവാഫ് ചെയ്യാം. ഇനി ഒന്നിലേറെ ഉംറകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് തവാഫ് ചെയ്യാം എന്ന് അതിനെക്കുറിച്ച് പറയണം. പക്ഷെ അത് ചോദ്യോത്തരത്തിന് പിന്നീട് സമയമുണ്ട്. അതിനാൽ ഇനി നമ്മൾ ഹജ്ജിലേക്ക് കടക്കാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചോദ്യങ്ങളാവും. അപ്പൊ ഉംറ 4 കർമ്മങ്ങളാണ് അല്ലെ? ഇഹ്റാം, തവാഫ്, സഅയ്, കുടിയെടുക്കൽ. ഹജ്ജിൽ എത്ര കർമ്മങ്ങൾ അധികമുണ്ട്? 7 കർമ്മങ്ങൾ കൂടി ഇനി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അത് അധികം ഓരോ സ്ഥലങ്ങളുടെ പേരുകളുണ്ട് അല്ലെ? മിന സ്ഥലമാണ്, അറഫ വേറൊരു സ്ഥലമാണ്, മുസ്ദലിഫ മറ്റൊരു സ്ഥലമാണ് അല്ലെ? കല്ലേറ് നടക്കുന്ന സ്ഥലം മിന തന്നെയാണ്. പിന്നെന്താ ഉള്ളത്? പിന്നെ അതുള്ളത് ബലിയുണ്ട് അല്ലെ? ബലി ചെയ്യേണ്ടവര് ബലിയുടെ നിയ്യത്ത് മനസ്സിൽ കരുതണം. പിന്നെ ഉംറയിലുള്ളത് തന്നെയാണ് മുടിയെടുക്കൽ. മുടിയെടുക്കൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു തവാഫും സഅയും ഉണ്ട്. പിന്നെ തവാഫുൽ വിദാ ഉണ്ടല്ലോ, മക്കയോട് വിട പറയുമ്പോഴുള്ള തവാഫുൽ വിദാ. അപ്പൊ ഇതിലെ 4 കർമ്മങ്ങൾ ഉംറയുമായി ബന്ധപ്പെടുന്ന മനസ്സിലാക്കി. ഇനി ബാക്കിയുള്ള അനുഷ്ഠാനങ്ങൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇഹ്റാം ചെയ്യുന്നത് എന്നത് ഇനി അടുത്തൊരു വിഷയമാണ്. സാധാരണ ഉംറ നിയ്യത്ത് ചെയ്യാൻ പോകുന്നത്. അതേസമയം ഇഹ്റാം 3 തരത്തിലുണ്ട്. നമ്മൾ വെറും ഉംറക്കല്ലല്ലോ പോകുന്നത്, ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചാണ് പോകുന്നത് അല്ലെ? പൊതുവെ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെയാണ്. ഒരാൾ ഹജ്ജ് മാത്രം നിയ്യത്ത് ചെയ്താണ് പോകുന്നതെങ്കിൽ ആ ഇഹ്റാമിന് ഇഫ്രാദ് എന്നാണ് പറയാം. ഒറ്റ ഹജ്ജ് മാത്രം, ഉംറയില്ല. വേറൊരു ഇഹ്റാം ഉണ്ട്, അതിന്റെ പേര് ഖിറാൻ എന്നാണ്. 2 in 1. ഒരു ഇഹ്റാമിൽ തന്നെ 2 ചെയ്യാം. അയാൾ ചെയ്യുന്ന തവാഫും സഅയും ഹജ്ജിന്റേതുമായിരിക്കും ഉംറയുടേതുമായിരിക്കും. ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. 3ാമത്തെ രൂപം, പൊതുവെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഉംറ ചെയ്തു, ഉംറ ചെയ്തിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നു, മുടിയെടുത്തതോടുകൂടി സാധാരണ അവസ്ഥയിലേക്ക് വന്നു. സാധാരണ ഡ്രസ്സാണ്. ഇണകളാണെങ്കിൽ അവരുടെ പ്രത്യേക റൂമിൽ അവർക്ക് കഴിയും. അതുപോലെ ഉണ്ടല്ലോ, സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ വന്നു മക്കയില്. അതിനിടയിൽ മദീനയിൽ പോകുന്നുണ്ടാകും. അതിനുശേഷം മക്കയിൽ തിരിച്ചെത്തി. എന്നിട്ട് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അതിന് തമത്തു എന്നാണ് പറയാം. ഖുർആനിൽ എടുത്ത് പറയുന്നുണ്ട് അല്ലെ? എന്ന് പറഞ്ഞു ആരെങ്കിലും തമത്തു ആയിട്ടാണ് ചെയ്യുന്നത്. തമത്തു എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുക, അല്ലെങ്കിൽ ആ സാധാരണ ജീവിതം നയിക്കുക,
നേരത്തെ പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നതിനാണ് തമത്വ എന്ന് പറയുന്നത്. അപ്പൊ ഉംറയ്ക്കും ഹജ്ജിനും ഇടയിലുള്ള സമയം സാധാരണ ജീവിതം നയിച്ചു. എന്നിട്ട് നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാണ്. അതിനാണ് തമത്വ എന്ന് പറയുന്നത് എന്നോടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബലി നിർബന്ധമാണ്. ഖുർആൻ അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ബലി നമുക്ക് നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞ 2 in 1 ഉണ്ടല്ലോ, കിറാൻ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിന് ബലി നിർബന്ധമാണ്. ഇഫ്രാദ് ആണെങ്കിൽ ബലി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ ഇവിടുന്ന് പുറപ്പെടുന്നത് തമത്വന്റെ നിയമത്തിലാകുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഫർമായ ബലി തന്നെയാണ് നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ആ നിലയിൽ. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഹജ്ജ് ഇഹ്റാം ചെയ്യാം? മക്കയിലെ നമ്മുടെ താമസ സ്ഥലത്ത് വെച്ചാണ്. നമ്മൾ പുറത്തേക്ക് പോകണ്ടില്ല, മക്കയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പൊ താമസ സ്ഥലത്ത് വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. നേരത്തെ പറഞ്ഞ കണ്ടീഷനൊക്കെ പൂർത്തീകരിച്ച് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ. അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ ലി ഉമ്മി ലി അബി ഇങ്ങനെ ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അവിടെ മുതൽ നമ്മൾ തൽബിയത്ത് ആരംഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. ദിവസങ്ങൾ എത്രയാണ്? ആകെ എത്ര ദിവസം? 6 ദിവസമാണ് അല്ലെ? ഏറ്റവും കൂടിയാണ് 6 ദിവസമാണ്. പിന്നെ ഇതിന് 1 മാസത്തേക്കൊക്കെ പോകുന്നത് പരമാവധി അവിടെ അനുഭവിക്കാൻ വേണ്ടിയാണ് അല്ലെ? മക്കയും മദീനയൊക്കെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയധികം ദിവസം പോകുന്നത്. ശരിക്കും 6 ദിവസം. അപ്പൊ തുടങ്ങുന്നത് എപ്പോഴാണ്? ദുൽഹജ്ജ് 8 അല്ലെ? 8, 9, 10, 11, 12, 13 6 ദിവസം. നേരത്തെ ഇതിന്റെ പേരുകൾ പറഞ്ഞില്ലേ? ദുൽഹജ്ജ് 8ന്റെ പേര് യൗമു തർബിയ എന്നാണ് അല്ലെ? പണ്ട് വെള്ളം ശേഖരിച്ചിരുന്നത് ആ ദിവസമാണ്. മിനയിലെ തെന്നില് ശേഖരിച്ചു വെച്ച് മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് യൗമു തർബിയ, ദുൽഹജ്ജ് 8. ദുൽഹജ്ജ് 9 യൗമു അറഫ, നമ്മൾ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 10ന്റെ പേര് യൗമുൻ നഹർ അല്ലെ? ബലി ദിനം. അന്ന് നാട്ടിൽ എന്തായിരിക്കും? പെരുന്നാളായിരിക്കും. ദുൽഹജ്ജ് 10 അല്ലെ? ദുൽഹജ്ജ് 11, 12, 13 ഈ 3 ദിവസങ്ങൾക്ക് ഒറ്റ പേരില്ലേ? അയ്യാമു തശ്രീഖ് എന്നാണ് അല്ലെ? എന്താ തശ്രീഖിന്റെ അർത്ഥം? നമ്മൾ ബലി നടത്തിയ മാംസമില്ലേ, അതിങ്ങനെ ചീന്തിയെടുത്ത് മഴയിലിട്ട് അല്ലെങ്കിൽ നിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നതിന് പറയുന്ന വാക്കാണ് അയ്യാമു തശ്രീഖ്. നമ്മൾ കേട്ട ഡെയിലത്തുണ്ടാകുന്ന പോലെ എന്തൊരു വാക്കാണ് സംഗതി. അല്ലേ? ആ ദിവസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അയ്യാമു അക്ലി മശ്റൂബ്, തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ യൗമു തർബിയ, യൗമു അറഫ, യൗമുൻ നഹർ, പിന്നെ 3 അയ്യാമു തശ്രീഖ് അല്ലെ? ഇങ്ങനെ 6 ദിവസങ്ങളാണ്. ഇത് തന്നെ ഒന്നുകൂടി ചുരുക്കം തിരക്കുകളാണെങ്കിൽ ഒരാൾ നേരിട്ട് അറഫയിലേക്ക് എത്താണ് യൗമു അറഫ 9-ന്, എന്നിട്ടോ 12-നാണ് തിരിച്ചു പോയി. അങ്ങനെ പോകാം. 13 വരെ നിൽക്കാതെ 4 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ വകുപ്പുണ്ട്. ഏതായാലും യൗമു തർബിയയില് ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനായിലേക്കാണ് പോകുന്നത്. 8-നായിരിക്കില്ല, ചിലപ്പോൾ 7-ന് തന്നെ നമ്മുടെ അതിന്റെ ഉത്തരവാദപ്പെട്ടവർ വന്ന് ബസ് ഇത്ര സമയത്ത് പുറപ്പെടുന്നു പറയും. നമ്മൾ മിനായിലെത്തി. 8-ന്റെ അന്നത്തെ ദിവസം നമ്മൾ മിനായിൽ കഴിച്ചു കൂട്ടാണ്. ളുഹറും അസ്റും മഗ്രിബും ഇശായും ഒക്കെ മിനായിലായിരിക്കും നിസ്കരിക്കുക അല്ലെ? പിറ്റേന്ന് സുബഹും മിനായിൽ തന്നെയാണ് നിസ്കരിക്കുക സാധാരണ കണക്കനുസരിച്ച്. മിനായിൽ നിസ്കാരം എങ്ങനെയാണ്? മിനായിൽ ഖസ്ർ മാത്രമേ ഉള്ളൂ. ഖസ്ർ എന്ന് പറഞ്ഞാൽ 4 ഉള്ളത് 2 ആക്കുന്നതിനില്ലേ ഖസ്ർ പറയാം. സമയം അതാത് സമയത്ത് തന്നെ. ളുഹർ ളുഹറിന്റെ സമയത്താണ്, പക്ഷെ 2 റക്അത്ത് നിസ്കരിക്കേണ്ടുള്ളൂ. അസ്റിന്റെ സമയത്ത് പക്ഷെ 2 റക്അത്ത്. അങ്ങനെ ഒരു ഇളവ് അതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ജംഅ് ഇല്ല, ഖസ്ർ മാത്രം അല്ലേ? അങ്ങനെ മിനായില് ദുൽഹജ്ജ് 8-ന് നമ്മൾ കഴിച്ചു നോക്കുന്നു. ദുൽഹജ്ജ് 9-ന് അറഫയിലേക്ക്. ഒരുപക്ഷെ 8-ന്റെ അന്ന് രാത്രി തന്നെ ബസ് വരും. അവിടെ തിരക്ക് കാരണം മുൻകൂട്ടി തന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സുബഹിക്ക് തന്നെ അറഫയിൽ എത്താൻ സാധ്യതയുണ്ട്.
ചിലപ്പോൾ ഉച്ചയോടുകൂടിയേക്ക് എത്തുന്നത്. ഏതായാലും ദുൽഹജ്ജ് 9 ഉച്ചയോടെ നമ്മൾ അറഫയിലെത്തും. അറഫയിലെത്തിയാലോ അറഫയിൽ നമ്മൾ ദുഹറും അസ്റും ജംഉം ഖസ്റുമായിട്ട് നിസ്കരിക്കാം. അറഫയിൽ ജംഉ ഖസ്റുണ്ട്, മിനയിൽ ഖസ്ർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ജംഉ ഖസ്റായിട്ട് ദുഹർ അസ്ർ നിസ്കരിച്ചു അല്ലേ? നമസ്കാരം കഴിയുമ്പോൾ നമ്മൾ അറഫയിൽ അവിടുത്തെ ഇമാമിന്റെ മസ്ജിദുൽ നബീറ എന്ന അവിടുത്തെ പള്ളിയിലെ ഇമാമിന്റെ ഖുത്ബ ശ്രവിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണം നടത്തിയില്ലേ? അതിനെ അനുസ്മരിച്ചുകൊണ്ട് അന്നത്തെ ഹജ്ജിന്റെ ഇമാം ആരാണോ, അമീർ ആരാണോ, അദ്ദേഹം അവിടെ നിശ്ചയിക്കപ്പെടുന്ന അമീർ ഖുത്ബ നിർവഹിക്കും. നമുക്ക് നമ്മുടെ മൊബൈലൊക്കെ കിട്ടും. അതേപോലെ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ അമീർ അവിടെ വെച്ച് അറഫ പ്രഭാഷണം നിർവഹിക്കും. അതിൽ നമ്മൾ പങ്കാളികളാകും. അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടാണ് ഖുർആൻ പാരായണവും ദിക്റും ദുആയും കഴിയും. അറഫയിലെ ഏറ്റവും പീക്ക് ടൈം, ഏറ്റവും പ്രധാനപ്പെട്ട സമയം അസ്ർ മഗ്‌രിബിന്റെ ഇടയിലാണ്. അസ്ർ മഗ്‌രിബിന്റെ ഇടയിലാണ്. അപ്പൊ നമ്മൾ കഴിയുന്നതും ടെന്റിലൊക്കെ ആണെങ്കിൽ, ഇവിടെ ശരിക്കും ടെന്റ് എല്ലാം ഓപ്പൺ ആയിട്ടാണ്, ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ടെന്റ് ഉണ്ടാവും ചിലപ്പോൾ. ശരിക്കും ഉത്തമമായിട്ടുള്ള അതിനെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ തുറന്നു മൈതാനിലേക്ക് ഇറങ്ങി നിൽക്കണം. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ദുനിയാവിന്റെ മഹ്ശറാണ് അല്ലേ? എല്ലാവരും കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ മണ്ണിന് പോലും കണ്ണീരുപ്പിന്റെ രുചിയായിരിക്കും എന്ന് പറയാറുണ്ട്. അവിടെ മനസ്സ് തുറന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറയുന്ന സന്ദർഭമാണ്. ഞാൻ മഗ്‌രിബ് വരെയും അവിടെയാണ്. മഗ്‌രിബ് വാക്ക് കേട്ടാൽ അഥവാ അസ്തമയം പൂർത്തിയായാലാണ് നമ്മൾ അറഫയിൽ നിന്ന് പുറപ്പെടുന്നത്. എങ്ങോട്ട്? ദുൽഹജ്ജ് 9 രാത്രി മുസ്ദലിഫയിലാണ് അല്ലേ? മുസ്ദലിഫയിൽ കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടണം. അപ്പോ മഗ്‌രിബും ഇശായും നിസ്കരിച്ചിട്ടില്ല. ഏതാണ്ട് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് എത്തുമ്പോഴേക്കും ചെറിയ കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ബസ് നെരുങ്ങി അവിടെ എത്തുമ്പോഴേക്കും രാത്രി അർദ്ധരാത്രി ആയിട്ടുണ്ടാവും. 12 മണിയൊക്കെ ആവും ചിലപ്പോ. ശരിക്കും ആരോഗ്യമുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നടക്കണം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടക്കാം, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് നടക്കുക. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ശരിക്കും മഹ്ശറിൽ മനുഷ്യനെ ഇങ്ങനെ ഒന്നിച്ച്, പുരുഷാരം ഒന്നിച്ച് ഇങ്ങനെ യാത്രയാകുന്ന ഒരു അനുഭൂതിയാണ്. നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ തൽബിയത്ത് ചൊല്ലുന്നുണ്ട്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ ഹജ്ജിന്റെ തൽബിയത്ത് അവസാനിക്കുന്ന എവിടെയെന്ന് അറിയാം? ദുൽഹജ്ജ് 10 നമ്മൾ മിനായില് ആദ്യത്തെ കല്ലുകളിലേക്ക് ചെല്ലുമ്പോഴാണ് തൽബിയത്ത് അവസാനിക്കുന്നത്. ഉംറയുടെ തൽബിയത്ത് എവിടെ അവസാനിച്ചത്? മസ്ജിദുൽ ഹറമിൽ എത്തുമ്പോഴാണ് അല്ലേ? ഹജ്ജിന്റെ തൽബിയത്ത് അവസാനിക്കുന്നത് ആദ്യത്തെ കല്ലുകളിലേക്ക് എത്തുന്ന ആ സമയം വരെയാണ് എന്നുള്ളതാണ്. അപ്പൊ ദുൽഹജ്ജ് 9 രാത്രി മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയുടെ പ്രത്യേകത പറഞ്ഞു. ഖുർആൻ അൽ മശ്അറുൽ ഹറാം എന്നാണ് പറഞ്ഞത്. അതൊന്നുമില്ല, വിശാലമായ ഭൂമിയാണ്. അവിടെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാകുമ്പോൾ ചെറിയൊരു കിറ്റ് ഉണ്ടാവണം. നമ്മുടെ വലിയ ബാഗ് ഇവിടെ, അത് ഹോട്ടലിനുള്ളത്. അവിടെ ചെറിയൊരു ഹാൻഡ് ബാഗുമായിട്ട് മിനായിലേക്ക് വന്നതാണ്. മിനയിൽ നിന്ന് നമ്മൾ ചെറിയൊരു കിറ്റിലേക്ക് മാറി. അതിലെന്താ ഉള്ളത്? ചിലപ്പോൾ മുസല്ല ഉണ്ടാവും, ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും കുടിക്കാനുള്ള ചിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. നമ്മുടെ ദുനിയാവുമായുള്ള ബന്ധം ചുരുങ്ങി വരികയാണ് അല്ലേ? ഒന്നുമില്ല. ഇത് ബെഡ്ഷീറ്റ് വേണമെങ്കിൽ എടുക്കാം, ഒരു നിലത്ത് വിരിച്ച് കിടക്കാനായിട്ട് അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ അതിഥിയാണ്, അവന്റെ കൂടെ രാപ്പാർക്കുകയാണ്. അപ്പൊ പുരുഷന്മാരെന്ത് ശ്രദ്ധിക്കണം? ചിലപ്പോൾ തണുപ്പുണ്ടാവും, രാത്രിയാണല്ലോ. ഏതായാലും തല മറക്കരുത്, കാല് മറക്കരുത് എന്നാണ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്. കാലിന്റെ കാൽപാദം മറയാത്ത രൂപത്തിന് ആയിരിക്കും അവർ കിടക്കുന്നത്, ശ്രദ്ധിക്കണം. അങ്ങനെ അവിടെ നമ്മൾ ഉറങ്ങും. ഏതായാലും ഉറങ്ങിപ്പോൾ ക്ഷീണമുണ്ടാവും. അങ്ങനെ ഉറങ്ങിയിട്ട് സുഖമോട് കൂടി എഴുന്നേറ്റ് ധാരാളം ടോയ്ലറ്റ് സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമ്മൾ അവിടെ വെച്ച് സുബഹ് നമസ്കരിക്കും. കൂടെയുള്ളവരെ ചേർന്ന് നിന്ന് സുബഹ് നമസ്കരിക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ എത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ സുബഹ് നമസ്കരിക്കും. പിന്നെ സ്ത്രീകളും പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അർദ്ധരാത്രിയോടുകൂടി അവിടെ നിന്ന് യാത്രയാകാം. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ വീണ്ടും മിനയിലേക്കാണ് പോകുന്നത് അല്ലെ? ഹജ്ജ് തുടങ്ങിയത് എവിടുന്ന്? മിനയിൽ നിന്നാണ് അല്ലെ? ഇഹ്റാം ചെയ്ത് മിനയിൽ പോയി, മിനയിൽ നിന്ന് അറഫയിൽ വന്നു, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ എത്തി, മുസ്ദലിഫയിൽ രാപ്പാർക്കും. ഇനി വീണ്ടും മിനയിലേക്ക് പോകണം. അതിനിടയിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യാം?
ഒരു മുന്നൊരുക്കം. നമുക്ക് പിശാചിനെ നേരിടാനുണ്ട് അല്ലെ. 70 കല്ലുകൾ കൊടുക്കണം അല്ലെ. ചെറിയ കേസ് ഉണ്ടല്ലോ, അങ്ങനെ കിട്ടും, പുറത്തൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും സാധനത്തിൽ കല്ല് കെട്ടിയെടുക്കുന്നതാണ്. 70 കുറച്ച് 70 നല്ലതാണ്. എറിയുമ്പോൾ ചിലപ്പോൾ കയ്യിൽ തെന്നി പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. ഒരു കല്ലുകൾ ഒന്നിച്ചവർക്ക് കുറുക്കാം, ധാരാളം കല്ല് നിരത്ത് കിടക്കാനുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചവർക്ക് കുറുക്കിയിട്ട് ബാക്കി മിന്നായി വെച്ച് കുറുക്കാം, അങ്ങനെയൊക്കെയാണല്ലോ. ഏതായാലും കല്ല് കുറുക്കിയിട്ടുണ്ടാവും. ഇനി നമ്മൾ വിനയില് നമ്മൾ നേരത്തെ പുറപ്പെട്ട അതേ ടെന്റിലേക്ക് എത്തുന്നു. വേണമെങ്കിൽ ലഗേജ് ഒക്കെ അവിടെ വെച്ച് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം എപ്പോഴാണോ ആ സമയത്ത് കല്ലെറിയും. കല്ലേറ് നിശ്ചയിക്കപ്പെട്ട സമയം ഇതാണ്, സുന്നത്ത് ബഹറിന് ശേഷമാണ്. പക്ഷേ ഓരോ രാജ്യക്കാർക്കും അവിടുത്തെ ഹജ്ജ് അതോറിറ്റി വ്യത്യസ്ത സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പണ്ട് പല അപകടങ്ങളൊക്കെ ഉണ്ടായില്ലേ. ഇപ്പൊ അങ്ങനെ ഒരു സാധ്യതയില്ല. ഒരുപാട് തട്ടുകളായിട്ട് നല്ല ശാസ്ത്രീയമായ സൗകര്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വിനായിലേക്ക് കല്ലേറിന് വേണ്ടിയിട്ട് പോകണം. കല്ലേറില് 3 ജംറകൾ അല്ലെ, 3 സ്തൂപങ്ങൾ അവിടെ ഉണ്ടാവും. നമ്മുടെ മെട്രോ പാലത്തിലേക്ക് ചോട്ടിൽ കാണുന്ന തൂണുകളില്ലേ എന്ന പോലെ വിശാലമായ മതില് പോലെയുള്ള തൂണുകളാണ് അവിടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ കല്ലെറിയുന്നത്. 3 സ്തൂപങ്ങളുണ്ട്, 3 ജംറകൾ അല്ലെ. ആദ്യം ഏതാണ്? ജംറത്തുൽ സുഗ്റ, ചെറിയ ജംറ. രണ്ടാമത്തേതിന്റെ പേര് ജംറത്തുൽ വുസ്ത, മധ്യത്തിലുള്ള ജംറ. മൂന്നാമത്തേത് ജംറത്തുൽ കുബ്ര, ഏറ്റവും വലിയ ജംറ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജംറത്തുൽ അഖബ എന്നുള്ളതിന് പേരുണ്ട്. അപ്പൊ 3 ജംറകളാണ്. അപ്പൊ ആദ്യം എപ്പോഴും നമ്മൾ എത്തുന്നത്, എല്ലാം ഒരേ റൂട്ടിലാണ് സഞ്ചരിക്കുക, വഴിയൊന്നും മാറിപ്പോയില്ല. ആദ്യം എത്തുന്നത് ജംറത്തുൽ സുഗ്റ, ചെറിയ പിശാച് എന്ന് പറയും. രണ്ടാമത്തേത് മധ്യത്തിലുള്ള പിശാചാണ്. മൂന്നാമത്തേത് ജംറത്തുൽ കുബ്രയാണ്, അയാളാണ് വലിയ പിശാച്. അപ്പൊ ആദ്യ ദിവസത്തെ കല്ലേറ് ദുൽഹജ്ജ് 10 നമ്മൾ മിനായിലെത്തി ആദ്യം പ്രവർത്തിക്കുന്ന കല്ലേറ് ആർക്കാണ്? ഈ മൂന്നാമത്തെ ആ മുഖ്യ പിശാചിന് നേരെയാണ്. ഒന്നിനും രണ്ടിനും കല്ലേറില്ല. അങ്ങനെ ശ്രദ്ധിക്കേണ്ട. അവിടെ ഉണ്ടാവില്ല, അവിടെ വണ്ടീസ് ഉണ്ടാവും, ഇവിടെ കല്ലേറ് ഇല്ല എന്നൊക്കെ അവിടെ മനസ്സിലാവും. മൂന്നാമത്തേതിൽ മാത്രമാണ് ദുൽഹജ്ജ് 10 കല്ലേറ്. എത്ര കല്ല്? 7 കല്ലുകൾ. അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ സ്തൂപത്തിന് നേരെ നമ്മൾ കല്ലെറിയും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് കല്ലേറ് സംഭവിക്കുന്നത് അല്ലെ. കല്ലേറ് കഴിഞ്ഞാൽ അവിടെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറിയിട്ട് ഇവിടെയുള്ള ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ചുമരില്. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നമുക്ക് ധാരാളമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ കല്ലേറ് നടക്കുന്നത്. പെരുന്നാളിന്റെ ദിനമല്ലേ, അന്ന് മുതൽ തക്ബീറാണ് വർദ്ധിപ്പിക്കേണ്ടത്. നമ്മുടെ തൽബിയത്ത് അവസാനിച്ചു അല്ലെ. ജംറയിൽ എത്തുന്നതോടുകൂടി തൽബിയത്ത് അവസാനിച്ചു. നമ്മളിപ്പോ ദുൽഹജ്ജ് 10 ദുൽഹജ്ജ് 10 ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ കല്ലേറ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? കല്ലേറ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ മനസ്സിൽ വലിയുടെ നിയത്ത് ചെയ്യണം അല്ലെ. വലിയ അവർ ഏറ്റെടുത്തതാണ്, നമ്മൾ ക്യാഷ് ബാങ്കിൽ അടച്ചതാണ്, ഇതിന്റെ ടോക്കൺ കയ്യിൽ കിട്ടിയതാണ്. പക്ഷെ മനസ്സിൽ വലിയ നിയത്ത് ചെയ്യണമല്ലോ. വലിയൊരു ചരിത്രമല്ലേ വലി എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഹജ്ജിന്റെ ആത്മാവ്, അതിനാണ് മനസ്സിലേക്ക് വലിയുടെ നിയത്ത് കൊണ്ടുവരണം. എന്നിട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് മുടിയെടുക്കലാണ്. അപ്പൊ ഒന്നാമത്തെ കല്ലേറ് വലിയുടെ നിയത്ത്, പിന്നെ മുടിയെടുക്കൽ. ഇനി എന്താ ബാക്കിയുള്ളത്? നമ്മൾ അവിടെ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് പോയിട്ട് തവാഫും സഅയും ചെയ്യണം. എത്ര കർമ്മങ്ങളായി? 5 കർമ്മങ്ങൾ അല്ലേ. നാട്ടില് നമ്മുടെ കുടുംബക്കാരൊക്കെ പെരുന്നാൾ ആഘോഷിക്കാണ്. നമ്മൾ ഏറ്റവും തീവ്രമായ കഠിനമായ കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമാണ് ദുൽഹജ്ജ് 10 എന്ന് പറയുന്നത്. അത് നമ്മുടെ സംഘത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും കല്ലേറ് കഴിഞ്ഞു, വലിയുടെ നിയത്തിൽ പ്രവേശിച്ചു, പിന്നെ മുടിയെടുത്തു. അതോടൊപ്പം എന്തായി? നമ്മൾ ഭാഗികമായിട്ട് തഹല്ലുലായി. ഭാഗിക തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാര്യം മാത്രമാണ് പാടില്ലാത്തത്, അഥവാ ശാരീരിക ബന്ധം മാത്രം. ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധം ഒഴികെ ബാക്കിയെല്ലാം അനുവദനീയം. പിന്നെ സാധാരണ ഡ്രസ് ധരിക്കാം. അവിടെ നിന്ന് തവാഫിന് പുറപ്പെടും
നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അത്തർ പൂശം, അതുപോലെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ മാറി. അതേസമയം പലരും ഹജ്ജിന്റെ എന്താണ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ തന്നെ തവാഫ് നമ്മൾക്ക് വേണ്ടി പോകാനുണ്ട്. എന്നാൽ നമ്മൾ ഭാഗികമായിട്ട് തഹല്ലുൽ കഴിഞ്ഞിരിക്കും. പിന്നെ മിനായിൽ വെച്ച് തന്നെ മിനായിലെ ടണലുകളുണ്ട്. ആ ടണലുകൾ വഴി നടന്ന് നമുക്ക് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. ആരോഗ്യമുള്ളവർക്ക് അത് പരീക്ഷിക്കാവുന്നതാണ്. നല്ല വേറിട്ട അനുഭവമായിരിക്കും അത്. അപ്പൊ അങ്ങനെ കല്ലേറ് കഴിഞ്ഞു, പിന്നെ വലിയ നിയത്ത് ചെയ്തു, മുടിയെടുത്തു, നല്ല ക്ഷീണം തോന്നില്ലെങ്കിൽ അപ്പൊ തന്നെ മക്കയിലേക്ക് പുറപ്പെടാം, ഹറമിലേക്ക്. അതല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം പുറപ്പെടാം, എപ്പോഴാണ്. ഇനി അന്ന് സാധ്യമല്ലെങ്കിലോ അടുത്ത ദിവസം. കാരണം തവാഫുൽ ഇഫാദ ഹജ്ജിന്റെ റുക്നുകളിൽപ്പെട്ട ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത കർമ്മമാണ്. നിർവഹിച്ചേ പറ്റുള്ളൂ. അതിന് ആരോഗ്യം വേണം. ക്ഷീണമൊക്കെ മാറിയിട്ട് പുറപ്പെട്ടാൽ മതി എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ആർത്തവ അവസ്ഥയിലാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയായതിനു ശേഷമാണ് ഉലക നിർവഹിക്കേണ്ടതുള്ളൂ. തിരിച്ചു വരുന്നതിന്റെ മുമ്പായിട്ട്, മക്കയിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പായിട്ട് അത് നിർവഹിച്ചാൽ മതിയാണ്. അങ്ങനെ ഒരാൾ അന്ന് തന്നെ തവാഫ് സഅയ് നിർവഹിച്ചുകൊണ്ടിരിക്കട്ടെ, എങ്കിലും അയാൾ എന്ത് ചെയ്യണം? അന്ന് രാത്രിയോടുകൂടി തന്നെ മിനായിലേക്ക് തിരിച്ചെത്തണം. മിനായിൽ തിരിച്ചെത്തി ദുൽഹജ്ജ് 10 അയാൾ തിരിച്ച് മിനായിലെത്തി. ഇനി 3 ദിവസം അയാൾ മിനായിൽ തന്നെ കഴിച്ചു പോകും, അല്ലെ? മിനായിൽ തന്നെ 3 ദിവസം, അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം മിനായിലാണ്. അവിടെ എന്താ പണി? മുഖ്യമായ പണി കല്ലേറാണ്. നേരത്തെ നമ്മൾ 70 കല്ല് പെറുക്കി, ഇത് എത്ര എറിഞ്ഞു? 7 എണ്ണം എറിഞ്ഞിട്ടുള്ളൂ. 63 എണ്ണം നമ്മുടെ കീശയിൽ ബാക്കിയുണ്ട്. അപ്പൊ ഇനി 3 ജംറകളിലും 7 വീതം കല്ല് ഓരോ ദിവസവും എറിയണം. അങ്ങനെ എറിയുമ്പോൾ ഒന്നാമത്തെ ജംറത്ത് സുബറയിൽ 7 കല്ല് എറിഞ്ഞു, മാറിയൊന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ജംറയിൽ 7 കല്ല് എറിഞ്ഞു, മാറിയൊന്ന് പ്രാർത്ഥിച്ചു, അല്ലെ? മൂന്നാമത്തെ ജംറയില് കല്ലെറിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടതില്ല. അങ്ങനെയാണ്. പിന്നെ മൂന്നാമത്തെ ജംറയില് കല്ലെറിഞ്ഞാൽ നേരെ തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. അപ്പൊ 3 ജംറയിൽ ഒരു ദിവസം 7 വീതം 21 കല്ലെറിഞ്ഞു. അപ്പൊ 3 ദിവസം കൂടിയാകുമ്പോ 63 കല്ലുകൾ. ആദ്യം എറിഞ്ഞ 7ഉം ഈ 3 ദിവസങ്ങളിലെ 63 കൂടി മൊത്തം 70 കല്ലുകൾ എറിഞ്ഞ് നമ്മൾ കൂട്ടിയെടുക്കും. നമസ്കാരം എങ്ങനെയാണ്? കസറായിട്ടാണ്, അല്ലെ? ജമ്മില്ല, അതാത് സമയത്ത് കസറായിട്ട് നമ്മൾ നിർവഹിക്കും. അതേപോലെ അവിടെ ദിക്റും ദുആയും വർദ്ധിപ്പിക്കും, തക്ബീറും മുഴക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കും. ആ നിലയ്ക്ക് നമ്മൾ അവിടെ മിനായിൽ കഴിച്ചു കൂട്ടണം. 3ാമത്തെ ദിവസവും കല്ലേറ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ താമസ സ്ഥലത്തേക്ക് മടങ്ങണം. അതോടെ പൂർണ്ണമായിട്ടും ഹജ്ജിൽ നിന്ന് നമ്മൾ തഹല്ലുലാകുന്നു, താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നു. ഒന്നുകിൽ മദീന പോകാത്തവർ മദീനയ്ക്ക് പോകുന്നു, അല്ലാത്തവർ നാട്ടിലേക്ക് വരുന്നു എന്നതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഘടന. ഇത് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, സ്വന്തം മനസ്സിലൊന്ന് രൂപപ്പെടുത്താൻ കഴിയും വിധത്തില് കേട്ടും വായിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഉംറ 4 കർമ്മം, അല്ലെ? ഹജ്ജില് അതിന്റെ കൂടെ 7 കാര്യങ്ങൾ കൂടി, അത് തവാഫ് വിധാൻ ചേർത്തിട്ടുണ്ട്. അതാണ് 7 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കർമ്മങ്ങൾ. അപ്പൊ അതേപോലെ ദുൽഹജ്ജ് 8 മുതൽ 12 വരെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ കടന്നു പോവുക എന്നതും വളരെ പ്രധാനമാണ്. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കുറെ കൂടി വ്യക്തത നമുക്ക് ലഭിക്കും. ഇനി കല്ലേറുമായി ബന്ധപ്പെട്ട് മിനായില് കഴിയുന്ന ഒരാള് ഞങ്ങൾക്ക് എന്തെങ്കിലും അവശത സംഭവിച്ചു കല്ലെറിയാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? കൂടെയുള്ള ഒരാളെ വക്കാലത്തേൽപ്പിക്കാം. അപ്പൊ അയാൾ പോയിട്ട് കല്ലെറിഞ്ഞാൽ മതി. അങ്ങനെ എറിയാൻ പോകുന്ന ആൾ എങ്ങനെ എറിയണം? ആദ്യം സ്വന്തം കല്ലെറിയണം. ഒരു ജംറയുടെ അടുത്തെത്തി, 1ാമത്തെ ജംറയുടെ അടുത്തെത്തിയാൽ ആദ്യം സ്വന്തം 7 കല്ലുകൾ എറിഞ്ഞ് ഉടനെ മറ്റേയാളെ മനസ്സിൽ കരുതിയിട്ട് അയാളുടെ 7 എറിയും. അടുത്ത ജംറയിലേക്ക് പോകാം. എന്നിട്ട് ജംറ അൽ വുസ്തയിലേക്ക് പോയിട്ട് സ്വന്തം 7 എറിയുക. എന്നിട്ട് മറ്റേയാളുടെ 7 കല്ലെറിയും. ആ നിലക്കാണ് അത് പൂർത്തീകരിക്കുന്നത്. മഗ്‌രിബിന് മുമ്പായിട്ട് തന്നെ തിരിച്ചു പോകണം എന്നും
ഉദ്ദേശിക്കുന്നതായിട്ട് കാണാം. ഏതാണ്ട് ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്.